സ്മൂത്ത് തട്ടാൻ അവിടെ ഇന്നസെന്റിന്റെ പണിക്കരുടെ വീട്ടിൽ വലിയ ബഹളം ഉണ്ടാകുമ്പോൾ മരിക്കാൻ കിടക്കുന്ന തട്ടാൻ എണീറ്റ് ആടി 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 വന്ന് ഒരു വാഴയിൽ കയറി പിടിച്ചിട്ട് അയാളെ നാട്ടുന്ന സീനാണ്. ഷൂട്ട് ചെയ്യുമ്പോൾ ഞാൻ കൃഷ്ണകുട്ടിയുടെ അടുത്ത് പറഞ്ഞു, കൃഷ്ണകുട്ടി പറഞ്ഞു ഞാനിവിടെ റീ റെക്കോർഡിങ്ങിൽ ചിലപ്പോൾ ഒരു തബലയായിരിക്കും കൊടുക്കുക. ഷൂട്ട് ചെയ്യുമ്പോൾ പറയാണ്, അതായത് ധീം തരികടത്തോം എന്നുള്ളൊരു താളത്തിലാണ് ഞാൻ വരേണ്ടത്. ഒരു ഡാൻസിങ് മൊമെന്റ്. ശ്രീനിവാസൻ എഴുതിയാലും ശ്രീനിവാസൻ എഴുതിയില്ലെങ്കിലും ഞാൻ ഓൾമോസ്റ്റ് അതിന് ശേഷമുള്ള പല സിനിമകളും തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ ശ്രീനായിട്ട് ഡിസ്കസ് ചെയ്യും. ശ്രീനിയോട് പറയും ഇങ്ങനെ ഒരു സാധനം, ചില ശ്രീനി പറയും വിട്ടേക്ക് അപകടമാണ്, ഞാൻ വിട്ടുകളയും. മനസ്സിലായില്ലേ? തീവ്രമായ ദുഃഖം, തീവ്രമായ പ്രണയം, ഇതൊന്നും വാക്കുകൾ കൊണ്ട് പറയേണ്ടതല്ല. പക്ഷെ കളിക്കളത്തിലെ കള്ളനെ ഒരു പ്രാവശ്യം കൂടി മമ്മൂട്ടിയിലൂടെ ആ തോട്ട് ഇപ്പോഴും ഉണ്ട്. നമ്മളിതൊന്നും ബോധപൂർവം നാളെ ഇത് ഇങ്ങനെ വർണ്ണിക്കപ്പെട്ടേക്കാം അല്ലെങ്കിൽ പറയപ്പെട്ടേക്കാം എന്ന് വിചാരിച്ചിട്ടില്ല. ഇപ്പൊ പൊന്മുട്ട താറാവ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്രാമത്തിന്റെ കഥ ചെയ്യുന്ന സമയത്ത് ഗ്രാമീണരായ കുറെ ക്യാരക്ടേഴ്സ് ഇതിലെല്ലാം പങ്കാളികളാവുന്ന പ്രഭാകരന്റെയും അനന്തൻ നമ്പ്യാരുടെയൊക്കെ വെച്ചാൽ അത് ഞാനും ശ്രീനിവാസനും കൂടി ഇരുന്ന് ഒരിക്കൽ ആലോചിച്ചു. ഈ പല സിനിമകളിലും വലിയ വില്ലന്മാരുണ്ടാവും. ഈ വില്ലന്മാരൊക്കെ ജീവിതം നമ്മൾ നോക്കിയിട്ടുണ്ടോ? കഷ്ടപ്പാടാണ്. അതായത് എന്തിനാണ് ഇവർ ഈ കാശുണ്ടാക്കുന്നത് നമുക്കറിയില്ല. അപ്പുണ്ണി തൊട്ട് തന്നെ എനിക്ക് മനസ്സിലായി ഇയാളുടെ ഒരു ടാലന്റ്. അത് നമ്മൾ നോക്കിയാൽ കാണാം. അപ്പുണ്ണിക്ക് ശേഷം ഞാൻ ചെയ്ത എല്ലാ സിനിമകളിലും ഇപ്പൊ ടി.പി. ബാലകൻ പോയാലും മുമ്പ് തന്നെ ഉണ്ടല്ലോ. ഇപ്പൊ അധ്യായം 1 മുതൽ അല്ലെങ്കിൽ രേവതിക്ക് ഒരു പാവകുട്ടി, പിന്നെ പപ്പൻ പ്രിയപ്പെട്ട പപ്പൻ, ഇതിലെല്ലാം ഞാൻ മോഹൻലാലിനെ ഉപയോഗിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ മോഹൻലാലിനെ മുൻനിർത്തിക്കൊണ്ടാണ് പലപ്പോഴും കഥകൾ ആലോചിച്ചത് പോലും. ആ മോഹൻലാലിന്റെ കണ്ണ് നനയുമ്പോൾ നമ്മുടെ കണ്ണ് നനഞ്ഞു. അപ്പൊ നമ്മൾ അന്ന് വരെ കണ്ട ഇന്നസെന്റ് അല്ല പിന്നെ ഇതിലേക്ക് വരുന്നത്. ഞാൻ 89-90 ചേർത്തിട്ടാണ് കാർ വാങ്ങിക്കുന്നത്. അപ്പോൾ ഒരു 5-8 കൊല്ലം ഡയറക്ടറായിട്ടും സക്സസ്ഫുൾ ഡയറക്ടറായിട്ടും സന്മനസ്സും ഗാന്ധിയറും വരവേൽപ്പും ഒക്കെ ഉള്ളപ്പോൾ എനിക്ക് വണ്ടിയില്ല. പിന്നെയാണ് ഒരു മാരുതി കാർ വാങ്ങിക്കുന്നത്. അപ്പൊ ഞാൻ എനിക്കെന്നറിയാം ഈ മാരുതി 800 ആണ്. സന്ദേശത്തിന് ഇപ്പോഴും കല്ലെറിയുന്നവരില്ലേ? സന്ദേശം റിലീസ് ചെയ്തിട്ട് ഇത്രയും കൊല്ലങ്ങളായി. സിനിമ ഒരു ഘട്ടം കഴിഞ്ഞാൽ ഒരു ജോലിയല്ല, ഒരു ആനന്ദമാണ്. സത്യനന്ദിക്കാട് എന്ന് പറയുന്ന ഒരു ഫിലിം മേക്കർ നോക്കിക്കഴിഞ്ഞാൽ, ഒരു മാസ്റ്റർ ക്രാഫ്റ്റ്മാൻ എന്നുള്ള രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ, ഈ വീക്കെൻഡ് രചന എപ്പോഴും നമ്മൾ ആലോചിക്കുമ്പോൾ അത് വ്യംഗ്യാർത്ഥത്തിലാണ്. അതിന്റെ ഭാഷയും അതിന്റെ ചിന്തയൊക്കെ വരും. അപ്പൊ നമ്മൾ വായിച്ച് ചിന്തിച്ച് ഉൾക്കൊള്ളുന്നൊരു ഹ്യൂമർ ആണല്ലോ. പക്ഷെ അത് വിഷ്വലൈസ് ചെയ്യുക എന്ന് പറയുന്നതിൽ ഭയങ്കരമായൊരു സങ്കീർണതയുണ്ട്. അപ്പോൾ തുടക്കത്തിൽ തന്നെ ആ സങ്കീർണത ഏറ്റെടുക്കുക, അത് ഫലിപ്പിക്കുക എന്നുള്ളത് ഒരു പക്ഷേ അപ്പുണ്ണി അതൊരു ധൈര്യമാണെന്ന് തോന്നുന്നുണ്ട്. അതായത് മലയാളിക്ക് മുന്നിൽ ഈ പറഞ്ഞ ബോർഡർ ലൈനിലുള്ള ഏത് ഹ്യൂമറും പറഞ്ഞ് ഫലിപ്പിക്കാൻ ഒരു ഫിലിം മേക്കർ എന്നുള്ള രീതിയിൽ അപ്പുണ്ണി അങ്ങനെ ഒരു വിഷ്വൽ ഹ്യൂമറിൽ ധൈര്യമായിരുന്നോ? ശരിക്കും പറഞ്ഞാൽ ധൈര്യം എന്നല്ല ഇപ്പൊ പറയേണ്ടത്. അതായത് ഇന്ന് നമ്മൾ കുറെ കൂടി വീണ്ടും വിചാരമുണ്ട് അല്ലേ? അന്ന് കുറെ കൂടി ചെറുപ്പമാണ്. അന്ന് നമ്മൾ വിചാരിക്കും ഇപ്പം ഇങ്ങനെ ഒരു സീൻ കൊണ്ടുവന്നാൽ അത് ഓഡിയൻസ് എങ്ങനെ ധരിക്കും, അല്ലെങ്കിൽ അവർക്ക് ഈ ഒരു ക്ലൈമാക്സ്, ഒരു വരൻ വിവാഹ സമയത്ത് അമ്മ പന്തലിൽ വന്ന് കെട്ടിത്തൂങ്ങെന്ന് പറഞ്ഞിട്ട് അയാൾ മാറി നിൽക്കുന്നതൊക്കെ ലോജിക്കലി കറക്റ്റാണോ എന്നൊക്കെ ഇന്ന് ചിന്തിക്കും. അന്ന് ശരിക്കും പറഞ്ഞാൽ അത് ചിന്തിക്കുന്നതിനുള്ള സമയമില്ല. കാരണം ഒരു കഥ നമ്മളെ അങ്ങോട്ട് ആകർഷിച്ചു കഴിഞ്ഞാൽ അതങ്ങോട്ട് സിനിമയാക്കുക എന്നുള്ളതാണ് നമ്മുടെ മെയിനായിട്ടുള്ള ഒരു ചിന്ത. പിന്നെ വി.കെ. എന്ന് പറയുന്നത് നമ്മളെ എന്നും മോഹിപ്പിച്ചിട്ടുള്ള ഒരു റൈറ്ററാണ്. വി.കെ. ഈ പറഞ്ഞ പോലെ വാചകങ്ങളിലൂടെ അത് വിഷ്വലൈസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പം ഞാൻ അതിൽ തന്നെ മോഹൻലാലിനെ പ്രസന്റ് ചെയ്തിരിക്കുന്നത് വി.കെ. അതിലൊരു മുമ്പ് ജാതകം നോക്കിക്കൊണ്ടൊരു ജ്യോത്സ്യനോട് മാളുവമ്മ ചോദിക്കും, വരൻ അടുത്തെന്നാണോ അകലത്തെന്നാണോ മേനേകൻ, മധ്യധരണയായി എന്നായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പം മധ്യധരണയിൽ വേറെ കിടക്കുന്നത്. പക്ഷെ നമ്മൾ ഒരു വിഷ്വൽ ചേഞ്ച് കൊടുത്തിരിക്കുന്ന ഒരു പുഴയില്, ഒരു തോണിയില് മോഹൻലാൽ വരുന്നതായിട്ടാണ്. അങ്ങനെയുള്ള ചില സംഭവങ്ങളുണ്ട്. പിന്നെ വി.കെ. സീനുകളുടെ ഒരു ചാരുത എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്. അപ്പം അതിൽ മോഹൻലാലിനോട് ഒടുവിൽ ഉണ്ണികൃഷ്ണൻ ഈ നിങ്ങൾ അയ്യപ്പനാരുടെ മകൾ അമ്മുമായിട്ട് പ്രണയത്തിലാണോ എന്ന് ചോദിക്കുന്ന സീനുണ്ട്. എങ്ങനെ വേണേ ഒരു എഴുത്തുകാരനും അങ്ങനെ വേണേ എഴുതാല്ലേ, അല്ല മാഷേ ഞങ്ങൾ ചില വാർത്ത കേട്ടല്ലോ നിങ്ങൾ തമ്മിൽ ചെറിയ പ്രണയത്തിലാണോ എന്ന് പറയാം. മാഷ് അമ്മുവിൻ്റെ കൂടെ നടക്കുന്നത് കണ്ടല്ലോ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ വി.കെ. എഴുതിയിരിക്കുന്നത് അല്ല മാഷെ പഠിപ്പിക്കലല്ലേ തൻ്റെ ജോലി, അത്
അയ്യപ്പൻ നായർ മകൾ അമ്മു എന്ന പാഠവും നിനക്ക് പഠിപ്പിക്കാനുണ്ടോ? ഇതൊരു തുറന്ന രഹസ്യമായോ? ഗോളാന്തര വാർത്ത എന്ന് തന്നെ പറയാം. 4 ഡയലോഗേ ഉള്ളൂ. പക്ഷെ അത് VKന്റെ ഒരു അത്ഭുതകരമായ സംഭവമാണ്. അത് അന്ന് ചെയ്യാൻ സാധിച്ചത് എനിക്ക് തോന്നുന്നു എൻ്റെ ഭാഗ്യമാണെന്ന് തോന്നുന്നു. ഈ ഗോളാന്തര വാർത്ത എന്നുള്ള പേര് അതിൽ നിന്ന് യാത്ര ചെയ്ത് തുടങ്ങി. അല്ലാതെ അത് ഭയങ്കര രസമായിട്ടുള്ള സാധനമാണ്. ഗോളാന്തര വാർത്ത ഞാൻ എടുത്തു പറയും. ഗോളാന്തര വാർത്തയിൽ നോക്കിക്കഴിഞ്ഞാലും ഈ പറയുന്ന ഭയങ്കര ആക്ഷൻ സീക്വൻസിലാണ് ഈ പറയുന്ന ശ്രീനിയേട്ടന്റെ ക്യാരക്ടറിന്റെ ഒരു പ്ലേസ്മെന്റ് വരുന്നത്. പുള്ളി ഈ പറയുന്ന അലമ്പ് അവിടെയും തുടരുകയാണ് എന്നറിയുന്നല്ലോ. അപ്പൊ എപ്പോഴും എനിക്ക് തോന്നുന്നത് അത് ഏറ്റവും റിസ്കി ആയൊരു ലിബർട്ടി ആണല്ലോ ഒരു ഫിലിം മേക്കറുടെ. അതായത് കടുകിട വ്യതിചലിക്കാത്തൊരു സീൻ കൊറിയോഗ്രഫി ചെയ്യുന്ന സമയത്തും അവിടെ ഒരു ഹ്യൂമറിനെ പ്ലേസ് ചെയ്യാന്നുള്ളത്. ഇപ്പോ നമ്മുടെ എല്ലാ കാലത്തും പറയുന്നതാണ് ഈ അനന്തൻ നമ്പ്യാർ പ്രഭാകര സീൻ. അതിനകത്തുള്ള സാധനമാണെങ്കിൽ ഈ പക്ഷി നിരീക്ഷണവുമായി കണക്ട് ചെയ്തിട്ട് ഈ പറവൂർ ഭാരതനും NL ബാലകൃഷ്ണനും വരുന്ന സീനാണെങ്കിലും ഈ പറയുന്ന അവിടെ ഒരു കൈയടക്കത്തിൽ ഒരു ചെറുകിട ചലിച്ചു കഴിഞ്ഞാൽ അവിടെ ആ ഹ്യൂമർ പാളിപ്പോവായിരുന്നു. ഇപ്പോഴത്തെ എല്ലാ ദിവസവും മലയാളിക്ക് മുന്നിൽ കണ്ടുപോകുന്ന ചെറു ശകലൊക്കെ വരുന്ന സീനാണല്ലോ. ഈ അന്ന് ആ ഹ്യൂമറിന് മേലുള്ളൊരു അടക്കം ഉണ്ടായിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ എഴുത്തിനെ എലവേറ്റ് ചെയ്യുന്നൊരു ഹ്യൂമർ എപ്പോഴും കാണായിരുന്നു. അപ്പം എനിക്ക് സത്യന്തിക്കാട് സിനിമ എന്ന് പറയുന്ന സമയത്ത് പറയുമ്പം അത് വലിയൊരു സ്റ്റേജ് പോലെയാണ് വരിക. ചിലപ്പോൾ ഫോർഗ്രൗണ്ടിലുള്ള പശുവായിട്ട് വളരെ ദൂരെ നിൽക്കുന്ന ഒരാളിൽ പോലും ആ ഹ്യൂമർ വർക്ക് ചെയ്യും. അതൊരു ഓട്ടത്തിലാണ്. ഇപ്പൊ നമ്മൾ പൊന്മുട്ടിയിടുന്ന താറാവാണെങ്കിൽ ഒരു നാടത്രയും ആ ചിരിയുടെ ഭാഗമാണ്, ആ നാടത്രയും ആ സങ്കടത്തിന്റെ ഭാഗമാണ്, നാടത്രയും ഭാസ്കരന്റെ പ്രശ്നത്തിന്റെയും ഭാഗമാണ്. അങ്ങനെ അതൊരു ഇൻവോൾവ്ഡ് ആക്കുക എന്ന് പറയുന്ന സമയത്ത് ഇപ്പോഴും 1-2 ക്യാരക്ടർ ആർട്ടിസ്റ്റിനെ വെച്ച് ചെയ്യാറുണ്ട് ആളുകൾ. പക്ഷെ ഇത്രയും വലിയ നമ്പേഴ്സ് വരുന്നു, അവരെ വർക്ക് ചെയ്യണം. അവർ പാസിംഗ് ഷോട്ടിലല്ല, പെർഫോമേഴ്സ് ആയിട്ടാണ് വരുന്നത്. ചിലപ്പോൾ ലോങ് ഷോട്ടിൽ മുഴുവനായിട്ട് ആ ഹ്യൂമർ ഇത് ചെയ്യുന്നുണ്ടാവും. ഇപ്പം ഞാൻ ഹൃദയപൂർവ്വത്തിൽ ഒരു സീൻ സാറ് കാണിച്ചത് നോക്കുവാണെങ്കിൽ അതിൽ മോഹൻലാലിനെ ഒരു ലോങ് ഷോട്ടിലേക്ക് പെർഫോം ചെയ്ത് കൊണ്ടുപോകണം. ഇത് ഞാൻ ഇതൊരു നമ്മളിപ്പോൾ ആലോചിക്കുകയാണെങ്കിൽ ഒരു കുറച്ചൊരു റിസ്ക് ഉള്ളൊരു പരിപാടിയല്ലേ? അതെ, പക്ഷേ റിസ്ക് ഉള്ളതാണെങ്കിലും നമ്മളിതൊന്നും ബോധപൂർവം നാളെ ഇത് ഇങ്ങനെ വർണ്ണിക്കപ്പെട്ടേക്കാം അല്ലെങ്കിൽ പറയപ്പെട്ടേക്കാം എന്ന് വിചാരിച്ചിട്ടില്ല. ഇപ്പൊ പൊന്മുട്ട താറാവ് എന്ന് പറഞ്ഞ ഒരു ഗ്രാമത്തിന്റെ കഥ ചെയ്യുന്ന സമയത്ത് ഗ്രാമീണരായ കുറെ ക്യാരക്ടേഴ്സ് ഇതിലെല്ലാം പങ്കാളികളാവുന്നതാണ്. അതെ. അപ്പൊ ആ സമയത്ത് നമുക്ക് അതിൽ ചായപ്പിടിക്കാരൻ അല്ലെങ്കിൽ പശുവിനെ കളഞ്ഞ പാപ്പി, പഞ്ചായത്ത് പ്രസിഡന്റ്, മറ്റൊരു എല്ലാവരും ഒന്നിച്ചങ്ങനെ ചേർന്ന് അത് ഒരു ആഘോഷമായിട്ട് അങ്ങനെ ഷൂട്ട് ചെയ്യാണ്. അല്ലാതെ ഇതൊരു വ്യത്യസ്തമായ സിനിമ വരാൻ പോകുന്നു എന്നുള്ള രീതിയിലൊന്നുമല്ല. പിന്നെ മറ്റിപ്പോൾ പ്രഭാകരൻ്റെയും അനന്തൻ നമ്പ്യാരുടെയും ഒക്കെ വെച്ചാൽ അത് ഞാനും ശ്രീനിവാസനും കൂടി ഇരുന്ന് ഒരിക്കലും ആലോചിച്ചു. ഈ പല സിനിമകളിലും വലിയ വില്ലന്മാരുണ്ടാവും. ഈ വില്ലന്മാരൊക്കെ ജീവിതം നമ്മൾ നോക്കിയിട്ടുണ്ടോ? കഷ്ടപ്പാടാണ്. അതായത് എന്തിനാണ് ഇവർ ഈ കാശുണ്ടാക്കുന്നത് നമുക്കറിയില്ല. ഇപ്പോൾ നമുക്കിപ്പോൾ അടുത്ത കണ്ട ജയിലർ എന്നുള്ള സിനിമയിൽ വിനായകൻ ഭയങ്കര കോടീശ്വരനാണ്, ഭയങ്കര പണക്കാരൻ, എന്നിട്ട് കയറ്റുകെട്ടിലും അല്ലെങ്കിൽ ഒരു പാറയുടെ താഴെയുള്ള ഒളിവ് ജീവിതത്തിൽ ഇവർ എൻജോയ് ചെയ്യുന്നില്ല. അപ്പൊ അങ്ങനെ അതുകൊണ്ടാണ് പ്രഭാകരനും അനന്തൻ നമ്പ്യാരും അവരെന്നും ഉള്ളിൽ തീയാണ്. എന്തിനു വേണ്ടിയാണ് ഇവർ ഈ കാശുണ്ടാക്കുന്നത്? പിടിക്കപ്പെടുമെന്നുള്ള പേടി. അപ്പൊ അതിന്റെ ഒരു സറ്റയറാണ് ആ ഹ്യൂമർ. അപ്പൊ തമാശ എവിടെയാണെന്നുള്ളത് തിരിച്ചറിയാന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു കാര്യം. മർമ്മം എവിടെയാണ്, നർമ്മത്തിന്റെ മർമ്മം എവിടെയാണെന്ന് തിരിച്ചറിയാൻ സാധിക്കുക. എനിക്കത് കിട്ടിയതെന്ന് വെച്ചാൽ പ്രധാനമായിട്ടും എന്നെപ്പോലെ തന്നെയോ അല്ലെങ്കിൽ എന്നേക്കാൾ മുകളിലോ ചിന്തിക്കുന്ന ശ്രീനിവാസൻ എന്ന് പറഞ്ഞ റൈറ്റർ കൂടി ഉണ്ടായി എന്നുള്ളത്. ഇപ്പൊ പൊന്മുട്ട താറാവാണെങ്കിൽ അത് രഘുനാഥ് ബലേരയാണെങ്കിൽ പുള്ളിയുടെ ഹ്യൂമർ വേറെയാണ്. അപ്പം കുറെ കൂടി പോയറ്റിക്കാണ്. അപ്പോൾ ഇത്തരം എഴുത്തുകാരുടെ ഒരു സഹകരണം എനിക്ക് ഇതിന് വലിയ ഗുണകരമായി മാറിയിട്ടുണ്ട്. അതല്ലാതെ അതെന്റെ മാത്രം ഒരു മിടുക്കല്ല. അതെപ്പോഴും പറയാണ്ട് ഈ സംവിധാനം ഈ ഫിലിമിഡ് ബൈന്നോ അങ്ങനെ സത്യന്തിക്കാട് ഫിലിംന്നോ കൊടുക്കാത്ത രീതി വെക്കാറില്ല എന്നുള്ളത്. ഈ ഒരു കാര്യം കൂടി ഉണ്ടല്ലോ, ഇപ്പം മോഹൻലാലിന്റെ തന്നെ സംഗതി വരികയാണെങ്കിൽ മോഹൻലാൽ എന്ന് പറയുന്ന ആക്ടറുടെ പല കാലങ്ങളും പല പരിണാമങ്ങളും കണ്ടിട്ടുള്ള ആളാണല്ലോ. അപ്പം മോഹൻലാലിന് ഇപ്പം സത്യൻ സാറ് തന്നെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്കിടയിൽ ഒരു ഗ്യാപ്പ് തന്നെ ഉണ്ടായിട്ടുണ്ട്. ആ കാലഘട്ടത്തിലാണ് വേറൊരു ഗംഭീര കോംബോ സത്യന്തിക്കാട് ജയറാം ശ്രീനിവാസ് എന്ന് പറയുന്ന ഭയങ്കര രസമുള്ളൊരു കോമ്പിനേഷൻ വരുന്നു. ഒരു സെറ്റ് ഓഫ് ഫിലിംസ് വരുന്നു. അതിനുശേഷം വീണ്ടും പിന്നെ ഒന്നിച്ച സിനിമ രസതന്ത്രം മുതൽ ഇങ്ങോട്ട് സിനിമ ഉണ്ടാവുന്നു. ഈ പറയുന്ന മോഹൻലാൽ എന്ന് പറയുന്ന ഒരു ആക്ടർ ആ സമയത്ത് അഭിനയിച്ച സിനിമകളുടെ സ്വഭാവത്തിലെ അല്ലല്ലോ സത്യനന്ദിക്കാട് സിനിമ ഉണ്ടാവുന്നത്. അപ്പൊ മോഹൻലാൽ ഇങ്ങനെ ഒരു സാധ്യതയുണ്ട് ഇങ്ങനെ പെർഫോം ചെയ്തിട്ട്, അല്ലെ ഈ ഹൃദയപൂർവ്വത്തിലെ സന്ദീപ് വര്യത്തിലുള്ള കഥാപാത്രം എത്തുമ്പം ഈ സാധ്യത എനിക്ക് പുതുതായി ഉപയോഗിക്കണം എന്ന് തോന്നുന്നത് എപ്പോഴാണ്? അത് എൻ്റെ ലാല് ഒരു പ്രധാന വേഷം ചെയ്യുന്ന അപ്പുണ്ണിയാണ്. അതെ, അപ്പുണ്ണിയാണ്. അപ്പുണ്ണി തൊട്ട് തന്നെ എനിക്ക് മനസ്സിലായി ഇയാളുടെ ഒരു ടാലന്റ്. അത് നമ്മൾ നോക്കിയാൽ കാണാം. അപ്പുണ്ണിക്ക് ശേഷം
ഞാൻ ചെയ്ത എല്ലാ സിനിമകളും ഇപ്പൊ ടി പി ബാലകൻ പോയാലും മുമ്പ് തന്നെ ഉണ്ടല്ലോ. അതെ. ഇപ്പൊ അധ്യായം 1 മുതൽ അല്ലെങ്കിൽ രേവതിക്ക് ഒരു പാവകുട്ടി, പിന്നെ പപ്പൻ പ്രിയപ്പെട്ട പപ്പൻ, ഇതിലെല്ലാം ഞാൻ മോഹൻലാലിനെ ഉപയോഗിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ മോഹൻലാലിനെ മുൻനിർത്തിക്കൊണ്ടാണ് പലപ്പോഴും കഥകൾ ആലോചിച്ചത് പോലും. അത് സ്ക്രീനിൽ എന്നെ ലാൽ അത്ഭുതപ്പെടുത്തുന്നതുകൊണ്ടാണ്. ഹ്യൂമർ ചെയ്യുന്നതിൻ്റെ ഒരു സുഖം അത് റിയൽ ലൈഫിലും അങ്ങനെയാണ്. മോഹൻലാൽ സാധാരണ ജീവിതത്തിലും നമുക്ക് ഇതുപോലെ തമാശകൾ പറയുന്നതാണ്. അപ്പം നമുക്ക് ഒരാളെ ഒന്ന് പരിചയപ്പെടുത്തി കഴിഞ്ഞാൽ ലാലിൻ്റെ പ്രസൻറ്റേഷനിൽ കൂടെ ഇപ്പോൾ ഗായത്രി ദേവിൻ്റെ അമ്മ എന്നുള്ള സിനിമ ടി പി ബാലഗോപാലൻ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെയാണ് റിലീസ് ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് അത് പല കാരണങ്ങൾ കൊണ്ട് എൻ്റെ റിലീസ് വൈകി. അപ്പം എൻ്റെ അടുത്തെന്ന് പറഞ്ഞാൽ ഗായത്രി ദേവി എൻ്റെ അമ്മൂമ്മയായി മാറുമോ ഇനി ഇങ്ങനെയുള്ള നർമ്മബോധമുള്ള ഒരാളാണ് ലാൽ. അപ്പോൾ ഈ പറഞ്ഞത് മുതലുണ്ട് നമ്മുടെ വിഷമത്തിന് മേളിൽ ഇത് ചിരിയാക്കി മാറ്റുന്നതാണ്. അപ്പോൾ ഇങ്ങനൊരു ടാലൻ്റ് ഉള്ളൊരു ആക്ടർ ഇത്ര കാലങ്ങൾ കഴിഞ്ഞിട്ടും അതിലൊരു ഇഞ്ച് ഒരു പണത്തൂക്കം പോലും കുറവ് സംഭവിച്ചിട്ടില്ല എന്നുള്ള തിരിച്ചറിവാണ് എനിക്ക് ഹൃദയപൂർവ്വം ചെയ്തപ്പോൾ കിട്ടിയത്. ഇതിൽ ഓരോ എക്സ്പ്രഷൻസ് ഇപ്പോൾ സംഗീത് പ്രതാപിൻ്റെ കൂടെയൊക്കെയുള്ള സീനുകളിൽ ഒരു താരപരിവേഷം ഇല്ലാതെയാണല്ലോ മോഹൻലാൽ അഭിനയിക്കുന്നത്. അതൊരു വല്ലാത്ത സിദ്ധിയാണ്. ഒരു കാര്യമുള്ളത് ഇപ്പം നമ്മൾ മോഹൻലാൽ സത്യനന്ദിക്കാട് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഈ ചിരിയുടെ എല്ലാ കാലത്തേക്കുള്ള അലകൾക്കൊപ്പം തന്നെ ഈ ഉടുമുണ്ടിന്റെ കോന്തല വെച്ചിട്ട് കണ്ണു തുടയ്ക്കുന്ന മോഹൻലാൽ നമ്മൾ എത്രയോ സിനിമയിൽ കണ്ടിട്ടുണ്ട്. അത് ഈ പറയുന്ന ഭയങ്കര പ്രാരാബ്ദത്തിലേക്ക് എത്തുന്ന ഒരു മൊമെന്റിൽ നാടോടിക്കാറ്റിലുണ്ട്. ബാലഗോപാലൻ എമ്മയിൽ അത് വളരെ പ്രധാനപ്പെട്ട ഒരു സീനായി പറഞ്ഞിട്ട് പ്രേക്ഷകരെല്ലാം എല്ലാ കാലവും കണ്ണീരണിയിക്കുന്ന സീനാണല്ലോ. ഇപ്പോൾ ഈ പറയുന്ന ഒരു ഇമോഷണൽ ആക്ടിങ് എന്ന് പറയുന്നത് ഒരു ഇമോഷണൽ പെർഫോമൻസിൽ അങ്ങനെ വരുന്ന സമയത്ത് ഈ പറഞ്ഞത് ഇപ്പം ത്രൂ ഔട്ട് ഹ്യൂമറുള്ള ഒരു പടം അതിലൊരു പ്രധാനപ്പെട്ട മൊമെന്റിലേക്ക് മാറുന്നത് ഇങ്ങനെ ഇമോഷണൽ ഇതായിട്ടാണല്ലോ. ഇപ്പൊ നാടോടിക്കാറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ആദ്യ ആലോചനയിൽ അതൊരു ചിരിപ്പടമാണ്. എന്നാൽ പറയുന്ന അതിന്റെ ഒരു ദൈന്യത, പ്രാരാബ്ദം, രണ്ട് തൊഴിലില്ലാത്ത ആളുകൾ നേരിടുന്ന അവരോളം കഷ്ടപ്പെട്ട് നമ്മളിപ്പോ ആലോചിക്കുമ്പോൾ ദാസും വിജയനും പോലെ ആവരുത് എന്നാണ്. അതിലൊരു ഇമോഷണൽ പെർഫോമൻസിൽ എങ്ങനെയാണ് മോഹൻലാൽ എത്രത്തോളം കംഫർട്ടബിൾ ആവുന്നത്? സത്യനന്ദിക്കാട് പടത്തിലെ മോഹൻലാലിന്റെ ഇമോഷൻ തന്നെ അത് വേറെ തന്നെ ഒരു സിഗ്നേച്ചർ ആണ്. അതെ, അത് കുറച്ച് റിയൽ ടു ലൈഫാണ്. ജീവിതത്തിനോട് കുറേയും കൂടിയും അടുത്ത് നിൽക്കുന്ന സീക്വൻസുകളാണ്. അപ്പം അത്തരം സീക്വൻസുകൾ ലാലിന് കിട്ടിക്കഴിഞ്ഞാൽ ലാൽ വളരെ പെട്ടെന്ന് അതിലേക്ക് മാറും. കൂടുവിട്ട് കൂടുമാറാന്ന് പറഞ്ഞ പോലെ നമ്മൾ പറയുമ്പോൾ അതപ്പം തന്നെ പുള്ളിക്ക് പിടികിട്ടും. ചിലപ്പോൾ ഒറ്റയ്ക്ക് പുള്ളി വായിക്കുമ്പോൾ ഈ സീൻ ഈ ഡയലോഗ് ഇങ്ങനെ പറഞ്ഞാൽ ശരിയാവുമോ എന്ന് തോന്നും. അപ്പോൾ ഞാൻ പറയും ഇതാണ് അതിൻ്റെ ടോൺ, ഇതാണ് എന്ന് പറയുമ്പോൾ കിട്ടി എന്ന് പറയും. അപ്പോൾ അത് ഞങ്ങൾ തമ്മിലുള്ള ഒരു കെമിസ്ട്രി എന്ന് വേണമെങ്കിൽ പറയാം. അതിൻ്റെ ഒരു ഇപ്പോൾ രസതന്ത്രത്തിലെ ഒരു സീനുണ്ട്. അതിൽ ഞാൻ എഴുതിയതാണ്. അപ്പോൾ ഞാൻ ലാലിൻ്റെ സീൻ ആദ്യം പഠിക്കാൻ കൊടുത്തു. മീര ജാസ്മിൻ്റെ അടുത്ത് മീര ജാസ്മിൻ ഭക്ഷണം കൊണ്ടു കൊടുക്കുന്ന സ്ഥലത്ത് മീര ജാസ്മിൻ പിടിച്ചുകൊണ്ട് മാറ്റിയെടുത്ത് നീ വിചാരിക്കുന്ന പോലെ ആശാരിപ്പണിയൊന്നും അല്ല എൻ്റെ, ഞാൻ ജയിലിലായിരുന്നു, ഞാനൊരാളെ കൊന്നിട്ടുണ്ട് എന്നൊക്കെ പറയുന്ന സീനാണ്. അപ്പോൾ ലാൽ പറഞ്ഞു ഇത് ആർട്ടിഫിഷ്യലായി മാറുമോ ഞാൻ സംസാരിക്കുമ്പോൾ? ഞാൻ പറഞ്ഞില്ല, ഇത് ഭ്രാന്ത് പിടിച്ച് പറഞ്ഞ പോലെ പറയണം, അതാണ് നീ വിചാരിക്കുന്ന പോലെ ഞാൻ അങ്ങനെയൊന്നുമല്ല, മനസ്സിലായില്ലേ, ഞാൻ അങ്ങനെ ചെയ്താൽ ആ രീതിയിൽ എനിക്ക് കിട്ടി എന്ന് പറഞ്ഞു പുള്ളി. അപ്പോൾ പുള്ളി അതങ്ങോട്ട് പ്രസൻറ്റ് ചെയ്യണം. അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ ഹ്യൂമറിൽ നിന്ന് ഉള്ള ഇതിലേക്കുള്ള മാറ്റവും. എന്താണെന്ന് വെച്ചാൽ ഫുൾ തമാശകൾ പറയുന്നതിൻ്റെ ഇടയിലൂടെ ഒട്ടും കണ്ണീര് പൊഴിക്കാതെ പുള്ളി അത് ചിരിച്ചുകൊണ്ടും ഒക്കെ പറയും, ഇങ്ങനെയൊന്നും അല്ല മോളെ ഞാൻ നിന്നെ കല്യാണം കഴിച്ച് അയക്കിയത്, പറ്റി സഹായിച്ചില്ല എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഇടറി പോകും. നമ്മുടെ ഉള്ളിൽ മോഹൻലാലിന്റെ കണ്ണ് നനയുമ്പോൾ നമ്മുടെ കണ്ണ് നനഞ്ഞു പോകും. അതാണ് അത് പുള്ളിയിലെ നടന്റെ ഒരു അവിടെ തന്നെ. ഇപ്പം ബാലഗോപാലൻ മുതൽ ഇപ്പം നമ്മൾ രസതന്ത്രോ ഈ പറഞ്ഞ ഹൃദയപൂർവ്വം അടക്കമുള്ള സിനിമ ഈ ഇമോഷണൽ രീതികളും മാറുന്നുണ്ട്. അപ്പൊ ബാലഗോപാലിൽ ഈ പറയുന്ന സഹോദരി മണിമ്പിള്ള രാജുവിനോടൊപ്പം പോകുമ്പോൾ അവിടെ കാശ് കൊടുത്തിട്ട് റിയാക്ട് ചെയ്ത് സങ്കടപ്പെടുന്നത് പോലെയല്ല നാടോടിക്കാറ്റിലെത്തുന്നത്. അതൊരു കഥാപാത്രനായി മറ്റൊരു രൂപത്തിലും ഭാഗത്തിലും വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ഇതിനോട് ചേർത്ത് പിടിച്ചിട്ട് തൂണിനോട് ചേർന്ന് ഈ മരണം അക്സെപ്റ്റ് ചെയ്യുന്ന രസതന്ത്രത്തിലെ സീനാണെങ്കിലും അത് വേറെ തന്നെ. അത് വെച്ചാൽ ഈ മോഹൻലാൽ എന്ന് പറഞ്ഞ നടന്റെ പ്രായഭേദം ഈ പെർഫോമൻസിലും വരുന്നുണ്ടല്ലോ. അപ്പൊ അത് പുതിയതായി തോന്നുകയും ചെയ്യില്ലേ സ്വാഭാവികമായിട്ട് ക്യാമറയ്ക്ക് പിന്നില്? നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതല്ലാത്തൊരു സംഗതി. അതായത് ഞാനത് എടുത്തു പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇപ്പം നാളെ 11:15 ഒരു വണ്ടി ഉണ്ട് പോകണം എന്ന് ഇന്നസെന്റ് പറയുന്ന സമയത്ത്, നാടോടിക്കാറ്റിലെ ക്യാരക്ടറിനോട് പറയുന്ന സമയത്ത് പുള്ളിയുടെ റിയാക്ഷൻ
ഒരു ഡിലേ ഉണ്ട്, അവിടെ അതെ, പോസ് ഉണ്ട്, പിന്നെയാണ് ഡയലോഗ് പറയുന്നത്. അതെ, നാടോടിക്കാറ്റ് തന്നെ ഈ പറഞ്ഞ മറ്റേ അരി വാങ്ങാൻ ഉം, അരി കൂടി വേണമായിരുന്നു എന്ന് അതെ, പറയുന്ന അതെ, സ്ഥലത്തും അതെ, ഇതേപോലെയുണ്ട്. ആ അതെ, റിയാക്ഷൻ ഇപ്പോഴും നമ്മുടെ മറ്റേ അതെ, സ്ക്രീൻഷോട്ടായിട്ടും അതെ. ഇതൊക്കെ ആയിട്ട് ഇമോജി ഞാൻ ആയിട്ട് എന്തൊരു വരുന്നതാണല്ലോ. വിഡ്ഢിയാണെന്ന് വേണ്ടിയാ ആലോചിക്കുന്നത്. അപ്പൊ ആ സംഗതിയിൽ അവിടെ ഒരു ഡിലേ ഉണ്ട്, പോസ് ഉണ്ട് എന്ന് അതെ, പറയുന്നത്. അതെ, ഇതൊരു ഈ വണ്ടറൊക്കെ ആദ്യമായിട്ട് ബിഹൈൻഡ് ദ ക്യാമറ സാറ് അതെ, കാണുവാണല്ലോ. അതെ, അതെ. അല്ല അതെന്നറിയോ, അത് ലാലിനത് മനസ്സിലാവുന്നുണ്ടെന്നുള്ള ഉം. ഇതാ അതായത് ഹ്യൂമറായിട്ട് ചെയ്യുമ്പോഴും ദാരിദ്ര്യം കൊണ്ടാണ് എന്ന് ഇയാൾക്ക് അറിയാം. പ്രാരാബ്ധക്കാരനാണ് ഈ പറയുന്നത്. അതായത് ലാല് കഥാപാത്രമായിട്ട് മാറി തന്നെയാണ്. ഉം. ദാസൻ എങ്ങനെ പെരുമാറും എന്നുള്ളത് പുള്ളി അങ്ങനെ ചിന്തിക്കുകയാണ്. ഉം. അപ്പോൾ നമുക്ക് തോന്നും അതിനൊരു എഫേർട്ടും എടുക്കുന്നില്ല എന്ന്. ആ, പുള്ളി ഒരു എഫേർട്ട് എടുത്തിട്ടല്ല ചെയ്യുന്നത് നമുക്ക് തോന്നും. എളുപ്പത്തിൽ ചെയ്യുന്നല്ലോ അല്ലേ? എളുപ്പത്തിൽ ചെയ്യുന്ന പോലെ തോന്നും. അതാണ് ഞാൻ പറഞ്ഞത്, ലാൽ അഭിനയിക്കുന്നത് കണ്ടാൽ നമുക്ക് തോന്നും ലോകത്തിലെ ഏറ്റവും എളുപ്പമുള്ള എളുപ്പമുള്ള പണിയാണ്. ജോലി അഭിനയമാണെന്ന് തോന്നും. അത് നമുക്ക് അങ്ങനെ ചെയ്യാലോ, പറ്റില്ല എന്നുള്ളത് പിന്നെയാണ് മനസ്സിലാവുന്നത്. അത് ലാൽ ആ ക്യാരക്ടറായിട്ട് അങ്ങോട്ട് മാറിക്കളയും. അതിൻ്റെ അതാണ് ഞാൻ പറയുന്നത്, ഒരു 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 മാജിക്കാണ് മോഹൻലാൽ. പക്ഷെ ഇത് എൻ്റെ ടൈപ്പ് ഓഫ് ഫിലിംസിലാണ് ഇത്തരം കാര്യങ്ങൾ കൂടുതൽ യൂസ് ചെയ്യാൻ സാധിക്കുന്നത്. അതെ. അല്ലാതെ ഒരു ആക്ഷൻ പടത്തിൽ നമുക്ക് ഇത് മുഴുവൻ വേണമെന്നില്ല. ഇല്ല ഇല്ല ഇല്ല. നമ്മുടെ ഓരോ സീനിലും ഉണ്ടാവും പിന്നീട് എടുത്തു പറയാവുന്ന അതെ. സീക്വൻസുകൾ ഈ എല്ലാ വകഭേദങ്ങളെയും ഉപയോഗിക്കുന്നത്. അതെ. പിന്നെ അത് അതെ ഇമോഷൻ ഉണ്ട്, അതെ അതെ അതൊന്ന് ലാലാണ് ചെയ്യുന്നതെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണല്ലോ നമ്മളത് എഴുതുന്നത്. അല്ലാതെ ഒരു ക്യാരക്ടറിലേക്ക് പുള്ളിനെ വിളിക്കല്ലേ. വിളിക്കല്ലേ. ഒരു ക്യാരക്ടർ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ശ്രീനിവാസനും ഞാനും കൂടി ചെയ്യുമ്പോൾ തന്നെ ഇത് മോഹൻലാലാണ് എന്ന് മനസ്സിൽ ചിന്തിച്ചിട്ട് ചെയ്യുമ്പോൾ ലാല് നമ്മുടെ മുന്നിൽ വന്ന് കടലാസിലൂടെ സംസാരിക്കും. അതിനേക്കാൾ അപ്പുറത്ത് ലാല് സ്ക്രീനിൽ തരും. അതാണ് ഈ നമ്മളെപ്പോഴും എല്ലാ കാലത്തും സാറ് പറയുന്നതാണ്. എന്നാൽ പോലും നമ്മൾ ഇപ്പം KP ലളിത, ഇന്നസെന്റ്, പറവൂർ ഭരതൻ, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, നമ്മുടെ ശങ്കരാടി, മാമുക്കോയ, ഈ പറഞ്ഞ ആക്ടേഴ്സിന് നമ്മൾ അവരുടെ ഒരു ട്രിബ്യൂട്ട് പോലെ ഒരു വീഡിയോയോ ട്രിബ്യൂട്ട് പോലെ ഒരു ആലോചന നടത്തി കഴിഞ്ഞാൽ അവർ നായകരല്ലാതെ തന്നെ അവരുടെ നായകത്വം എടുത്ത് പറയാവുന്ന സിനിമകൾ സത്യന്തിക്കാട് സിനിമകളാണ്. എനിക്കിപ്പോഴും തോന്നിയിട്ടുള്ളത് നായകന്മാർക്ക് വേണ്ടിയിട്ട് ഒരിക്കലും സിനിമ ചെയ്യാത്ത ഒരാളാണ് സത്യന്തിക്കാട്. സത്യന്തിക്കാട് ഒരു നായകന് വേണ്ടിയിട്ടല്ല സിനിമ, ഒരു കഥ, ആ കഥക്കിണങ്ങുന്ന ഒരു പറ്റം മനുഷ്യരാണ്. ചിലപ്പോൾ അതിനെ മുന്നോട്ട് നയിക്കാൻ, ഷോൾഡർ ചെയ്യാൻ ഒരു ലീഡ് ആക്ടർ ഉണ്ടാവുന്നത്. ഈ ഒരു വലിയൊരു കൂട്ടമാണല്ലോ എല്ലായ്പ്പോഴും ഉണ്ടാകുന്നത്. അവരെല്ലാവരും ഒരുപോലെ പെർഫോം ചെയ്യാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കാൻ നോക്കുകയാണെങ്കിൽ അതിൽ കാണുന്ന ഇന്നസെന്റേ അല്ല ഈ പിന്നെ കരാട്ടെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് വരുന്ന ഇന്നസെന്റ്. അതായത് ആ നടന്റെ തന്നെ പല പെർഫോമൻസ് വേരിയേഷൻസ് പല സത്യന്തിക്കാട് പടത്തിൽ കാണാം. അങ്ങനെ ഓരോ നടന്മാരുടെയും അഭിനയത്തിലെ വകഭേദങ്ങളെല്ലാം സാറിന്റെ തന്നെ പല പടങ്ങളിൽ പല കാലങ്ങളിലായിട്ടുണ്ട്. ഇവരൊരു പുതിയ ക്യാരക്ടറിലേക്ക് ഈ സമയത്ത് നേരത്തെ ചെയ്തതല്ലല്ലോ അവർക്ക് പുതിയൊരു സംഗതി കൊടുക്കുകയാണ്. മനസ്സിനക്കരയിലുള്ളൊരു ഇന്നസെന്റിനെ സത്യന്തിക്കാട് സിനിമകൾക്ക് മുൻപരിചയമില്ല. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ ഈ പറയുന്ന എപ്പോഴും നിരന്തരം ഒരേ ആളുകളെ ഉപയോഗിക്കുന്നു പറയുമ്പോഴും കഥാപാത്രങ്ങളെ അവർ പുതുക്കുന്നുണ്ടല്ലോ. അത് എങ്ങനെയാണ് ഇവരുടെ ഈ പറയുന്ന പെർഫോമൻസിന് പുറത്ത് ഇവരോടുള്ള ഒരു വലിയ പരിചയം, ആത്മബന്ധുവാണോ? ഇവർക്ക് ഇങ്ങനെ കൊടുത്തു നോക്കാം, ഇവർ ഇങ്ങനെ മാറ്റി ആലോചിക്കുക എന്നുള്ളത്. കാരണം തിലകനെ ഞാൻ നോക്കുമ്പോൾ സന്ദേശത്തിലൊരു തിലകനല്ല, അവിടെ എല്ലാവരും ഈ പറയുന്ന ഈ കൂട്ടയോട്ടത്തിന്റെ ഭാഗമാകുമ്പോൾ ശരിക്കും നെഞ്ചുരുകി നിൽക്കുന്ന, ഏറ്റവും വേദനയിൽ നിൽക്കുന്ന ഒരാള് തിലകനാണ്. വളരെ സീരിയസ് ക്യാരക്ടറാണ്. ഇപ്പുറത്ത് നോക്കുകയാണ് അനന്തൻ നമ്പ്യാരുടെ ക്യാരക്ടർ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെയല്ല, നമ്മൾ ഭയങ്കര സറ്റീറിക്കലാണ്. ഇതിൽ മനസ്സുള്ളവർക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇപ്പൊ ആലോചിക്കുന്ന സമയത്ത് ഭയങ്കര രസമുള്ള ഒരൊറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പൊ ഇതിന് ഈ രേഖകളിലൊക്കെ ഉപയോഗിക്കാം, ഇവർ ഈ റേഞ്ചിലൊക്കെ ഉപയോഗിക്കാം എന്നുള്ളൊരു കോൺഫിഡൻസ് ഇപ്പം ഞാനത് പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു എഴുത്താലോചനയിൽ തന്നെ അതിലേക്ക് അഭിനേതാവ് കടന്നു വരുന്നുണ്ടല്ലോ. അതെ. തിലകചേട്ടൻ നമ്മൾ സാധാരണ സംസാരിക്കുമ്പോൾ നല്ല ഹ്യൂമറസ് ആണ്. അപ്പോൾ തിലകൻ ചേട്ടൻ ദാമോദർജി ആയി കഴിഞ്ഞാൽ ഗംഭീരമായിരിക്കും നമുക്ക് ഫീൽ ചെയ്യാം. ആ ഫീൽ ചെയ്യുന്നിടത്ത് നിന്ന് തുടങ്ങും അതിന്റെ സക്സസ് എന്ന് പറയുന്നത്. ഇപ്പൊ ചില സമയത്ത് ഇപ്പൊ പൊന്മുട്ടാണെന്ന് പറയാല് ഇന്നസെന്റ് ആണ് അതിൽ പണിക്കരായിട്ട് അഭിനയിക്കുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ ഒരു വല്ലാത്ത ഒരു കാസ്റ്റിംഗ് ആണ് ആ സമയത്ത്. കാര്യം ഇന്നസെന്റ് ആ സമയത്ത് ഹ്യൂമർ റോളുകൾ മാത്രം ചെയ്തുകൊണ്ടിരുന്ന കാലത്താണ്. ഇത് എഴുതി വായിച്ചാൽ ആ സ്ക്രിപ്റ്റ് വായിച്ചാൽ നമുക്ക് പെട്ടെന്ന് തിലകനെ മനസ്സിൽ വരുള്ളൂ. ഒരു കുറ്റിത്തലമുടിയൊക്കെ ആയിട്ട് പണിക്കര് തിലകൻ, ഒരു കടുക്കനൊക്കെ ഇട്ട്. അപ്പൊ ഞാനത് തിലകനെ വിളിക്കാം എന്ന് വെച്ചിരിക്കുമ്പോൾ തിലകൻ ചെയ്ത് കഴിഞ്ഞ പോലെ തോന്നുകയാണ് നമുക്ക് ആ റോൾ. ആ സീൻസ് ഒക്കെ വായിക്കുമ്പോൾ അത് തിലകനെ നമ്മൾ കാണാൻ പറ്റും. അപ്പൊ തിലകനല്ലാതെ വേറൊരാൾ ചെയ്താൽ എങ്ങനെ ഉണ്ടാവും വെച്ചിട്ട് ഇന്നസെന്റ് ഒന്ന് പേടിച്ചു ആദ്യം. കാര്യം ഇത്രയും വലിയ റോളാണ്. എന്നിട്ട് ഞാൻ പറഞ്ഞു ഈ ടോട്ടൽ അപ്പിയറൻസ് ഒന്ന് മാറ്റണം. പുള്ളി പറഞ്ഞു ഞാൻ തലമുടി കുറ്റിമുടി ആക്കി മാറ്റാം, കടുക്കനിടാം. അങ്ങനെ പുള്ളി വേറൊരു രൂപത്തിലേക്ക് വരികയാണ്. അപ്പൊ നമ്മൾ അന്ന് വരെ കണ്ട ഇന്നസെന്റ് അല്ല പിന്നെ ഇതിലേക്ക് വരുന്നത്. അപ്പൊ ഈ കാസ്റ്റിംഗ് എന്ന് പറയുന്നത് അവിടെയാണ് ഇതിന്റെ ഹ്യൂമറസ് പഞ്ച്. ഇപ്പോൾ ക്യാപ്റ്റൻ രാജുവിനെ പവനായി ആക്കാമെന്ന് വിചാരിക്കുന്നത് ക്യാപ്റ്റൻ രാജു ധാരാളം പടങ്ങളിൽ വില്ലനായിട്ട് അഭിനയിച്ചുകൊണ്ട് തന്നെയാണ്.
പല പടങ്ങളിലും പുള്ളി വില്ലനാണ്. നമുക്ക് ഇങ്ങനെ അപ്പം ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ഷോട്ട് എടുക്കുമ്പോൾ ഞാനത് രണ്ടാമത് എടുക്കേണ്ടി വന്നു. പുള്ളി കുറച്ചുകൂടി കോമിക്കായിട്ട് പ്രസന്റ് ചെയ്തത്, ആക്ടിങ് നാവൊക്കെ തുറിച്ച്. ഞാൻ പറഞ്ഞു, ക്യാപ്റ്റൻ സാധാരണ ചെയ്യുന്ന പോലെ ചെയ്താൽ നമ്മളാണത് ഫണ്ണായിട്ട് കാണുന്നത്, സീൻ അതിന്റെ ഉള്ളിലാണ് കോമഡി. പുള്ളി പറഞ്ഞു എന്നെ ഒന്ന് വ്യത്യസ്തമായി ചെയ്യാൻ സമ്മതിക്കുന്നത്. ഞാൻ പറഞ്ഞു സാധാരണ ചെയ്യുന്ന പോലെ ചെയ്താൽ മതി. അപ്പൊ അതിന്റെ ഉള്ളിൽ ഹ്യൂമർ ഉണ്ട്. കരമന ജനാർദ്ദനൊരു അപാരമായ പെർഫോമൻസ് അല്ലേ പട്ടർപോഷത്തില്. എപ്പോഴും പുള്ളി തീയായിട്ട് നടക്കുന്ന സീരിയസ് ആണ് പുള്ളി. അപ്പൊ കഥാപാത്രങ്ങൾ മുഴുവൻ സീരിയസ് ആണ്, പക്ഷെ സിറ്റുവേഷൻ ഹ്യൂമർ ആണ്. നമ്മൾ എലിപ്പത്തായത്തിൽ കണ്ട കരമന റേഞ്ച് ചെയ്ത രീതിയിലാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ റൈറ്റേഴ്സ് ടച്ച് ഉണ്ടല്ലോ ശ്രീനിവാസന്റെ. എങ്ങനെയുണ്ട് പ്രഭാകര, കള്ളക്കടത്തും കൊലപാതകം ഒക്കെ അതൊക്കെ അങ്ങനെ നടന്നു പോകുന്നു എന്ന് പറയുന്ന കുശലം ചോദിക്കുന്ന ഒരു. ഇത് ഞാൻ എപ്പോഴായിരിക്കും എല്ലാ കാലത്തേക്കും, കാരണം ഈ പറഞ്ഞ ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് എടുത്തു കഴിഞ്ഞാൽ ഗാന്ധി സെക്കൻഡ് സ്ട്രീറ്റില് ഇന്നസെന്റിന്റെ ഈ വണ്ടി ഓടിച്ചു പോകും, ഈ സൈക്കിൾ ഓടിച്ചിട്ടുള്ള റിയാക്ഷൻ എന്ന് പറയുന്ന സാധനം നമ്മളിപ്പോ ആലോചിക്കുന്ന സമയത്ത് അവിടെ അതൊരു സ്ക്രിപ്റ്റഡ് വേർഷൻ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പെർഫോമൻസ് വേർഷനായി മാറുകയാണ്. ഒരു ഡയറക്ടർ അതിനെ എലവേറ്റ് ചെയ്യുകയാണല്ലോ. ഇപ്പോ കൃഷ്ണൻകുട്ടി നായർ തന്നെ 2 ക്യാരക്ടറായിട്ട്, മൂത്ത തട്ടാനായിട്ടും ഈ വരവേൽപ്പിലും പുള്ളിയെ കാണുന്ന സമയത്ത് പുള്ളി അങ്ങ് പെർഫോം ചെയ്ത് പോവുകയാണല്ലോ. അവിടെ ഒരു ഡയറക്ടർ ഒരു മീറ്റർ നിശ്ചയിക്കുമല്ലോ, നിങ്ങൾ ഇങ്ങനെ പോയി ബസ്സിൽ വന്ന് ഇങ്ങനെ. കാരണം വെച്ച് കഴിഞ്ഞാൽ അത് ഒരു ഷൂട്ടിംഗ് ഘട്ടത്തിൽ അതിന് വേറൊരു താളവും വേറൊരു ചിത്രം ഉണ്ടാക്കി മാറ്റുക. കാരണം ഇപ്പൊ നമ്മൾ സ്റ്റോറി ബോർഡ് വരച്ചിട്ട് അല്ലെങ്കിൽ നേരത്തെ അത് ആനിമേറ്റ് ചെയ്തിട്ട് അത് പെർഫോം ചെയ്തിട്ട് അത് നോക്കി ഇങ്ങനെ ചെയ്തെടുക്കാം എന്നുള്ളതാണ്. എന്നാൽ അന്ന് ഈ പറയുന്ന മോണിറ്ററിൽ നോക്കിയിട്ടല്ല ഇത് ചെയ്യുന്നത്, നമ്മുടെ മുന്നിലത്തെ കാഴ്ചയിൽ തന്നെ അത് പെർഫോം ചെയ്യിപ്പിച്ചെടുക്കുവാണല്ലോ. അല്ല, അത് ഞാൻ മാക്സിമം ആർട്ടിസ്റ്റുകൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതൊക്കെ അവരുടെ ടാലന്റ് തന്നെയാണ്. എൻ്റെ മിടുക്ക് എന്ന് പറയുന്നത് ഞാൻ അത് സ്വീകരിക്കുന്നു എന്നുള്ളതാണ്, അല്ലെങ്കിൽ അവരെ ഞാൻ കറക്റ്റ് ചെയ്യുന്നില്ല എന്നുള്ള. അവർക്ക് പറഞ്ഞു കൊടുത്താൽ, ഇപ്പം കൃഷ്ണൻകുട്ടി നായരായാലും മറ്റേത് ആർട്ടിസ്റ്റ് ആയാലും അവർക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു ഏരിയ ഉണ്ടല്ലോ. എന്റെ മനസ്സിൽ അതിനൊരു ലക്ഷ്മണ രേഖ ഉണ്ടാവും, അത് മറികടക്കരുതെന്ന് മാത്രം. അത് അവർക്ക് ഫീഡ് ചെയ്ത് കൊടുത്താൽ അവർ ഗംഭീര ആർട്ടിസ്റ്റുകളാണ്. നമ്മൾ ഉദ്ദേശിക്കുന്നേക്കാൾ അപ്പുറത്ത് അവർ പ്രസന്റ് ചെയ്യും. അത് ഞാൻ സ്വീകരിച്ചാൽ മാത്രം മതി, അതിനുള്ള മനസ്സുണ്ടായാൽ മതി. പിന്നെ ഇവർക്കൊക്കെ നമ്മളിപ്പോൾ മറ്റേ മൂത്ത തട്ടാൻ അവിടെ ഇന്നസെന്റിന്റെ പണിക്കരുടെ വീട്ടിൽ വലിയ ബഹളം ഉണ്ടാകുമ്പോൾ മരിക്കാൻ കിടക്കുന്ന തട്ടാൻ എണീറ്റ് ആടി വന്ന് ഒരു വാഴയെ കയറി പിടിച്ചിട്ട് അയാളെ നാട്ടുന്ന ഒരു സീനാണ്. ഷൂട്ട് ചെയ്യുമ്പോൾ ഞാൻ കൃഷ്ണകുട്ടിയുടെ അടുത്ത് പറഞ്ഞു, കൃഷ്ണകുട്ടി ഞാനിവിടെ റീ റെക്കോർഡിങ്ങിൽ ചിലപ്പോൾ ഒരു തബലയായിരിക്കും കൊടുക്കുക. ഷൂട്ട് ചെയ്യുമ്പോൾ പറയാണ്, അതായത് ധീം തരികട തോം എന്നുള്ളൊരു താളത്തിനാണ് ഞാൻ വരേണ്ടത്. ഒരു ഡാൻസിങ് മൊമെന്റ് അതായത് മരണത്തിന് ജീവിതത്തിലേക്കുള്ള വരവാണ്, അതിലൊരു വലിയ താളമുണ്ട്. അപ്പൊ റീ റെക്കോർഡിങ് ഇങ്ങനെ ആയിരിക്കും കൊടുക്കാൻ സാധിക്കുക. എന്നാൽ എനിക്ക് അത്രേ ജോലിയുള്ളൂ, ബാക്കി അവർ ചെയ്തോളും. നമ്മളതിന്റെ കൂടെ നിന്ന് ഞാൻ സിനിമ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാനൊരു പ്രേക്ഷകനും കൂടിയായി മാറും. അപ്പൊ നമ്മൾക്കത് കൈയടിക്കാൻ തോന്നും, അല്ലെങ്കിൽ നമുക്ക് എൻജോയ് ചെയ്യാൻ തോന്നും. അല്ലാതെ ഞാനൊരു വരച്ച് അതിൽ വന്ന് ഇവിടെ വെച്ച് അങ്ങനെ ചെയ്യാറില്ല. ഞാൻ മാക്സിമം സ്വാതന്ത്ര്യം കൊടുക്കും. അവർക്കൊരു നിയന്ത്രണം ഇല്ല എന്ന് അവർക്ക് തോന്നും. നേരത്തെ പറഞ്ഞ തന്നെ തുടർച്ചയിൽ വരികയാണെങ്കിൽ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ആത്മബന്ധം ഉണ്ടായിരുന്ന, ഒരുപക്ഷെ ഫോണില്ലാതിരുന്ന കാലത്താണെങ്കിലും എത്ര ഇടവേളയ്ക്ക് ശേഷം കണ്ടാൽ പോലും അത്ര അടുത്ത് നിൽക്കുന്ന ഒരു കൂട്ടം മനുഷ്യർ കൂടിയായിരുന്നു സത്യനന്ദിക്കാട് സിനിമകളിൽ കഥാപാത്രങ്ങളായി വന്നിരുന്നത്. ഇന്നസെന്റ് ആയാലും ഫിലോമിനായാലും പറവൂർ ഭരതനായാലും ഒടുവിലാണെങ്കിലും ശങ്കരടിയൊക്കെ വലിയൊരു കൂട്ടം. എല്ലാ കാലത്തും പറയാറുണ്ട്, മോഹൻലാൽ അടക്കം സമീപ ദിവസങ്ങളിൽ പറഞ്ഞു അവരെ മിസ് ചെയ്യുന്നു എന്നുള്ളത്. അപ്പം എന്നാൽ പോലും ഒരു കഥയാലോചിച്ച് ഒരു സിനിമ രൂപത്തിലേക്ക് വരുമ്പോൾ പല ഉപകഥാപാത്രങ്ങളും ഉപനായകരായിട്ടും അങ്ങനെ മറ്റ് ക്യാരക്ടർ റോളിലേക്ക് പ്ലേസ് ചെയ്യുന്ന ആളുകൾ, ഇവരെയൊക്കെ സിനിമയിലൂടെ മാത്രമായിരിക്കുമല്ലോ സാറിനും പരിചയമുള്ളത്. ഇപ്പം ഇതിൽ സംഗീത് പ്രതാപ് നോക്കിയാൽ പ്രേമലുവിലൂടെയാണല്ലോ മറ്റവരെ കുറച്ചുകൂടി വ്യക്തിബന്ധം ഉണ്ടായിരുന്ന വലിയ ഒരു കൂട്ടത്തെയാണല്ലോ. അവരെ ഈ പറയുന്ന ഒരു സിംഗ് സൗണ്ടിലേക്ക് അല്ലെങ്കിൽ ഒരു സത്യനന്ദിക്കാട് സിഗ്നേച്ചർ ഫ്രെയിമിലേക്ക് അവരെ കൊണ്ടുപോകുമ്പോൾ വരുമ്പോഴുള്ള ഒരു കംഫർട്ടും ഹാപ്പിനെസ് ഉണ്ടായിരുന്നു. കാരണം സംഗീതമൊക്കെ വാദോരാതെയാണ് ഹൃദയപൂർവ്വത്തെക്കുറിച്ച് സംസാരിക്കുന്നത്. അല്ല, ഈ ഇന്നസെന്റും ലളിത ചേച്ചിയും അല്ലെങ്കിൽ മാമുക്കോയൊക്കെ ഉണ്ടായിരുന്നൊരു കാലം എന്ന് പറയുന്നത്, നമുക്ക് ഇവരൊന്നും നമ്മുടെ സിനിമയിൽ അഭിനയിക്കാൻ വന്ന ആർട്ടിസ്റ്റുകളായിട്ട് തോന്നുന്നത് ഈ സിനിമ കുടുംബത്തിന്റെ അംഗങ്ങളാണ്. ഓരോരുത്തർ എന്നെ വേഷം ചെയ്യുന്നു എന്നല്ലാതെ അതിലൊരു ചേരിതിരിവുകളൊന്നുമില്ലല്ലോ. പിന്നെ അന്നത്തെ ഇവരുടെയൊക്കെ ഒരു രീതി ഞാൻ ആലോചിക്കാറുണ്ട്. എന്തുകൊണ്ടാണ് നമ്മൾ ഒടുവിലിനും ശങ്കരാടിനെയൊക്കെ പറ്റി പറയുന്നത്? സെറ്റിൽ വന്നാൽ ആദ്യം ഇവർ സീൻസ് മുഴുവൻ വായിക്കും, ആ സീൻ മുഴുവൻ വായിക്കും, ചെയ്യാൻ പോകുന്ന സീൻ. എന്നിട്ട്
ഇവർ തന്നെ അത് പറഞ്ഞു നോക്കും. rehearsal അത് ഞാനില്ലെങ്കിൽ തന്നെ ഒന്ന് പഠിച്ചിരിക്കും അവർ. നമ്മൾ സെറ്റ് ചെയ്ത് റെഡി ആയിട്ട് വരുമ്പോഴേക്കും ഡയലോഗ്സ് എല്ലാം ഇവർക്ക് ബൈഹാർട്ടാണ്. അതിൽ മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ മാറ്റം. ചിലപ്പോൾ നമ്മളെടുത്ത് ചോദിക്കും ഞാൻ ഇങ്ങനെ ചെയ്യട്ടെ. ഇതൊരു കൂട്ടായ വർക്കാണ്. അപ്പം എൻ്റെ മാത്രമല്ല, ഇവരുടെയൊക്കെ കൂടിയിട്ടുള്ള ഒരു ടാലൻസും അല്ലെങ്കിൽ അവരുടെ കോൺട്രിബ്യൂഷൻസും ആ സിനിമേനെ അങ്ങോട്ട് ജയിപ്പിക്കുകയാണ്. അപ്പോൾ പൊന്മുട്ടയുടെ താറാവ് എന്നുള്ള സിനിമ ഷൂട്ട് ചെയ്യാൻ ലൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മോഹൻലാൽ പവിത്രൻ്റെ വീട്ടിൽ, അല്ല ഇന്നസെൻ്റ് പവിത്രൻ്റെ വീട്ടിൽ പോയിട്ട് വരുന്ന സീൻ ലൈറ്റപ്പ് ചെയ്തുകൊണ്ടിരിക്കുക ബിപിൻ മോഹൻ. അപ്പോൾ ഇവിടെ ഇരുന്നിട്ട് ഇന്നസെൻ്റ് എൻ്റെ അടുത്ത് പറഞ്ഞു, എൻ്റെ അപ്പൻ പണ്ട് പെങ്ങന്മാരുടെ കല്യാണം ആലോചിച്ച് വന്ന വീടുകളിൽ പോവും, എന്നിട്ട് വിവരം വന്നിട്ട് അവരുടെ മെയിൻ വിവരം മാത്രം അമ്മയുടെ അടുത്ത് പറയില്ല. ഞാൻ ചതങ്ങനെ ആ സമയത്ത് ഈ തന്ന മുഖം കഴുകും, ടവലുണ്ട്, ടവലൊപ്പം ജുബ്ബ വരും. ഞാൻ അതിപ്പോൾ കയറ്റാം, നമുക്ക് ഇവിടെ കയറ്റാം, മനസ്സിലായില്ലേ? ഇങ്ങനെ ഇവരുടെയും കൂടി ഇൻവോൾവ്മെന്റ് ഈ സിനിമേനെ പരിപോഷിപ്പിക്കുകയാണ്. അത് അവർക്ക് നമ്മളോട് പറയാനുള്ള മടിയില്ല, ഒന്നുമില്ല. അപ്പോൾ അവരില്ലാതായപ്പോൾ നമുക്ക്, ഞാൻ പലപ്പോഴും പറയാറുള്ളതാണ്, നമുക്കുള്ളത് വെച്ചാൽ ഈ തിരക്കഥ എഴുതുമ്പോൾ ഈ കഥാപാത്രങ്ങൾക്ക് മുഖമില്ലാതായി. മറ്റേത് ഒരു ചേച്ചി കണ്ടെത്തേണ്ടി വരുന്നു, പിന്നീട് കണ്ടെത്തേണ്ടി വരുന്നു. ഇപ്പൊ നമുക്ക് പ്രേമലു കണ്ടു കഴിഞ്ഞ ശേഷം അവനെ വിളിക്കാം, അവന്റെ മനസ്സിലൊരു അങ്ങനെയുള്ള രീതിയിലേക്ക് വരാം. മറ്റങ്ങനെയല്ല, ഒരു സ്ഥലത്ത് ചേച്ചി എന്ന് പറഞ്ഞാൽ ലളിതേച്ചിയാണ്, അമ്മാവൻ്റെ ശങ്കരയുടെയാണ്. പിന്നെ അവരാണ് സംസാരിക്കുന്നത് സീൻസിൽ, മനസ്സിലായില്ലേ? അപ്പോൾ അതൊരു സ്ക്രീൻ പ്ലേ എഴുതുമ്പോൾ തൊട്ട് ഉള്ള, അപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയൊരു നഷ്ടം ശരിക്കും പറഞ്ഞാൽ എനിക്ക് തന്നെയാണ്. പക്ഷേ എനിക്ക് ഒരു വലിയ സമാധാനമുള്ളത് ഇവർക്കൊക്കെ നല്ല ആരോഗ്യമുള്ള സമയത്ത് ഇവരെ മാക്സിമം എൻ്റെ സിനിമകളിൽ ഉൾപ്പെടുത്താൻ സാധിച്ചു എന്നുള്ള ഒരു ഗുണമുണ്ട്. ഇപ്പോൾ ക്യാരക്ടേഴ്സ് ആയി കഴിഞ്ഞതിന് ശേഷം നമുക്ക് അതിലേക്കുള്ള ആൾക്കാരെ അഡാപ്റ്റ് ചെയ്യുന്നു. നല്ല ബ്രില്യൻ്റ് ആക്ടേഴ്സ് ഇപ്പോൾ ഉണ്ട് കേട്ടോ, അത് ഇല്ലയെന്നൊന്നും പറയാൻ പറ്റില്ല. ഇവരിലൊക്കെ പലരും ഉഗ്രൻ ആക്ടേഴ്സാണ്. അവരെ നമ്മൾ കണ്ടെത്തണം, നമ്മളവരെ നമ്മുടെ കൂടെ നിർത്തണം. മറ്റൊരു കൂട്ടായ്മയില്ല, അതായത് അവർക്ക് പകരം എന്നില്ല, അതിന് പകരം വയ്ക്കാനാവാത്ത ആളുകളാണ്. ഇപ്പോഴും മിസ് ചെയ്യും. എനിക്ക് ഹൃദയപൂർവ്വത്തിൽ അധികം വലിയ പ്രോബ്ലം ഉണ്ടായില്ലാത്ത ഇത് പൂനെയിലൊക്കെയാണ് ഷൂട്ടിങ്. നേരെ ഒരു പാടത്തിന്റെ വരുമ്പത്താണെങ്കിൽ നമ്മൾ ശങ്കരാടിയെ മിസ് ചെയ്യായിരുന്നു, അല്ലെങ്കിൽ അവിടെ ഒരു ബീഡി മരിച്ച് ഒടുവിൽ ഉണ്ണേഷ് ഇരിക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യായിരുന്നു. അപ്പൊ ആ ഒരു നഷ്ടം ഏറ്റവും കൂടുതൽ ബാധിച്ചിട്ടുണ്ടാവും എന്നെ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത്. നമ്മളിപ്പോൾ ഞങ്ങൾ തന്നെ എറണാകുളത്താണ് ഏറ്റവും കൂടുതൽ ഇന്റർവ്യൂസ് എടുക്കാറുള്ളത്. ഇപ്പോൾ ഒരു അന്തിക്കാടിന്റെ ഒരു പച്ചപ്പില് അങ്ങനെ ഒരു ഗ്രാമീണ അന്തരീക്ഷത്തിൽ വരികയാണ്. സത്യന്തിക്കാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെറുതെ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ മലയാളിയെ ഡോക്യുമെന്റ് ചെയ്തൊരു ഫിലിം മേക്കറാണ്. നമ്മൾ ഒരു 50 വർഷത്തിന് ശേഷം മലയാളിയെക്കുറിച്ചോ മലയാളത്തെക്കുറിച്ചോ കേരളത്തെക്കുറിച്ചോ എന്തെങ്കിലും കാണിച്ചു കൊടുക്കണമെങ്കിൽ സത്യന്തിക്കാട് സിനിമകൾ കൂടി കാണിച്ചു കൊടുത്താൽ മതി. അത്ര ഡോക്യുമെന്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ പറഞ്ഞ നമ്മൾ പൊന്മുട്ടയിടുന്ന താറാവിന് ഒരു ഗ്രാമത്തിന്റെ പോർട്രേറ്റ് ആണ്, ഒരു കാരിക്കേച്ചർ പോലെ. എല്ലാ തരം മനുഷ്യരും, എല്ലാ തട്ടിലുള്ള മനുഷ്യരുണ്ട്. കഥ ആ തട്ടിലുള്ള മനുഷ്യരല്ലെങ്കിൽ പോലും എല്ലാ തട്ടിലും, ഇപ്പൊ ഹാജിയാരിൽ വരെ എത്തിയിരിക്കുന്ന കഥയിൽ എല്ലാ തരം മനുഷ്യരുണ്ട്. അതിലൊരു ഹാസ്യം ഉണ്ടെങ്കിൽ അപ്പോൾ ഈ പറഞ്ഞ ഈ സിനിമയുടെ തിരക്കുകൾ എപ്പോഴും ചർച്ചകളൊക്കെ സംഭവിക്കുന്ന ഒരു നഗര കേന്ദ്രീകൃതമായിട്ട്, ഇപ്പം കേരളത്തിന്റെ കോടമ്പാക്കായിട്ട് കൊച്ചിയൊക്കെ മാറുന്ന സമയത്ത് റിലീസിന്റെ തലേ ദിവസമോ അല്ലെങ്കിൽ റിലീസിന്റെ 2 ദിവസം മുമ്പോ അതിന്റെ ഒന്നും ആദ്യം ഇല്ലാതെ ഈ പറയുന്ന വീട്ടുവരമ്പിന്റെ അല്ലെങ്കിൽ അതിന്റെ ചുറ്റുപാടിലെ കാര്യങ്ങളിലേക്ക് മാത്രം മുഴുകാൻ പറ്റുന്നത് എങ്ങനെയാണ്? ഇപ്പോ ഫോണടക്കം എല്ലാ സോഷ്യൽ മീഡിയ സങ്കേതവും ഇല്ലാത്ത കാലമാണ്. മൊബൈൽ ഫോൺ ഇല്ലാത്ത കാലത്ത് സിനിമ ചെയ്തിട്ടുണ്ട്, സ്വന്തമായിട്ട് ടെലിഫോൺ സെറ്റ് ഇല്ലാത്ത സമയത്ത് ചെയ്തിട്ടുണ്ട്, കത്തുകൾ മാത്രം ഇടപാട് നടക്കുന്ന സമയത്ത് സിനിമ ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് ഈ സിനിമയുടെ ഓരോ പരിണാമത്തിലും റിലീസിനോടനുബന്ധിച്ച ദിവസങ്ങൾ? റിലീസിനോടനുബന്ധിച്ച് ശരിക്കും പറഞ്ഞാൽ നല്ല ടെൻഷൻ ഉണ്ടാവും ഉള്ളിൽ. അതായത് നമ്മൾ സ്വകാര്യമായിട്ട് ചെയ്ത ഒരു കഥ, സ്വകാര്യമായിട്ട് ചെയ്ത ഒരു സിനിമ, നമ്മൾ മാത്രം അല്ലെങ്കിൽ നമ്മുടെ അസിസ്റ്റൻസ് മാത്രം കണ്ടിട്ടുള്ളൊരു സിനിമ, അത് വിവിധ തരം ചിന്തകളുള്ള സങ്കല്പങ്ങളുള്ള ഓഡിയൻസിന്റെ മുന്നിലേക്ക് നമ്മൾ പ്രദർശിപ്പിക്കാൻ പരസ്യപ്പെടുകയാണ്. ഇവരെങ്ങനെ അത് സ്വീകരിക്കും എന്നുള്ള ഒരു ആദ്യം എന്തായാലും സ്വാഭാവികമായിട്ടും എത്രയില്ല എന്ന് പറഞ്ഞാലും ഉണ്ടാവും. അതിൻ്റെ തോത് കുറയ്ക്കുന്നത് ഞാൻ എൻ്റെ നാട്ടിൽ വരുമ്പോൾ, എൻ്റെ വീട്ടിൽ വരുമ്പോഴാണ്. മറ്റേ ഞാൻ നഗരത്തിൽ ഒരു ഹോട്ടൽ റൂമിൽ ഇരുന്നിട്ട് ഞാൻ എന്നോട് കൂടെയുള്ള ആളുകളുടെ കൂടെ ഇരിക്കുമ്പോൾ എപ്പോഴും ഇതിനിങ്ങനെ ടെൻഷൻ കൂടിക്കൊണ്ടിരിക്കും. ഞാനത് കട്ട് ഓഫ് ചെയ്യും. അത് പണ്ട് തൊട്ടങ്ങുള്ളതാണ്. അതായത് ഈ സ്വന്തം സിനിമ സ്വയം തീരുമാനിക്കാമെന്ന ഒരു സ്റ്റേജ് എത്തിയാൽ നാട്ടിൽ താമസിക്കണമെന്ന് ഞാൻ നേരത്തെ തീരുമാനിച്ചിരുന്നു. ആദ്യം പണ്ട് മദ്രാസിലായിരുന്നു, ചെന്നൈയിലായിരുന്നു. അവർ 1-2 പടം കഴിഞ്ഞപ്പോൾ തൊട്ട് ഞാൻ കേരളത്തിലാണ്. അപ്പോൾ ഞാൻ റിലീസിൻ്റെ 2 ദിവസം തലേദിവസം അല്ലെങ്കിൽ അതിൻ്റെ തൊട്ട് മുമ്പത്തെ ദിവസമോ നാട്ടിലേക്ക് വരും. അന്ന് വീട്ടിൽ ശരിക്കും പറഞ്ഞാൽ ലാൻഡ് ഫോണില്ല, മൊബൈൽ ഫോൺ തീരെയില്ല. രാവിലെ പത്രത്തിൽ ഇന്ന് മുതൽ കാണുന്നത് മാത്രമാണ്. അപ്പം നമ്മളടുത്ത് ആരും വിളിച്ച് ടെൻഷൻ അടിപ്പിക്കൂല. മറ്റൊരിടത്ത് പോസ്റ്റ് കണ്ടില്ല, ഇവിടെ പരസ്യം കുറവാണ്, പ്രൊമോഷൻ ഇല്ല എന്നൊന്നും ആരും പറയില്ല. നമുക്ക് ചെയ്യാനുള്ള ചെയ്ത് കഴിഞ്ഞു, ബാക്കി ദൈവം നോക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് വരും. അപ്പോൾ നമുക്ക് കാമായിരിക്കാൻ പറ്റും. ആ ശീലം ഞാനിപ്പോഴും തുടരുന്നുണ്ട്. അതായത്
ഇപ്പം എൻ്റെ അടുത്ത് പലരും വിളിച്ചു പറഞ്ഞു, ഈ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ സാർ എവിടെയാണ് കാണുന്നത്? ഞാൻ വീട്ടിലുണ്ടാവും. അല്ല എറണാകുളത്ത് വരുന്നില്ലേ, മറ്റോ ഏതെങ്കിലും തൃശ്ശൂർ രാഗത്തിലാണോ പോകുന്നത്? ഞാൻ വരാം, ഞാൻ പിന്നെ വരാം. ഇവിടെ വരുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം മാക്സിമം നമുക്ക് ഫോണൊന്ന് കുറച്ച് നേരം സൈലൻ്റ് ആക്കി ഇട്ടാലും നമുക്ക് നമ്മുടെ സ്വകാര്യത കിട്ടും. അപ്പോൾ ബാക്കി ഇനി അതിലൊന്നും ചെയ്യാനില്ല. ആ സിനിമയിൽ നമുക്ക് ചെയ്യാവുന്നതെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് നമ്മളെ എൻജോയ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ പുറത്ത് കിടന്നിട്ട് എന്തിനാണ് നമ്മൾ ഓടാൻ നിൽക്കുന്നത്? അപ്പോൾ ഒരു മനസ്സമാധാനം ഉണ്ടാവുക എന്ന് പറയുന്നത് എനിക്ക് ഈ അന്തരീക്ഷത്തിൽ നിന്നാണ്. എൻ്റെ വീടും എൻ്റെ ചുറ്റുപാടും, എനിക്ക് വളരെ സ്നേഹമുള്ള ഒട്ടും സിനിമക്കാരില്ലാത്ത കുറേ ആൾക്കാരും. ഇപ്പൊ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് ഞാൻ സിനിമ ചെയ്തൊന്നും അറിയാനില്ല. പുറത്ത് എന്നാള് കുറച്ച് ദിവസം മുമ്പ് ഞാൻ അവിടെ പേപ്പർ എടുക്കാനായിട്ട് ഗേറ്റിൻ്റെ അവിടെ വന്നപ്പോൾ, അപ്പോൾ സിനിമയൊന്നും ഇല്ലല്ലേ? ഇല്ല, ഒന്നുമില്ല. അപ്പൊ നമുക്ക് തൃപ്തിയായി, രണ്ടുപേർക്ക് സമാധാനമായി. അതെ. അപ്പൊ അങ്ങനത്തെ ഒരു അന്തരീക്ഷത്തിൽ ജീവിക്കുന്നതിലും ഒരു സുഖമുണ്ടല്ലോ. അതാണ് പ്രധാനമായിട്ട്. ഇപ്പൊ ഈ സിനിമ റിലീസ് ചെയ്യുന്നതിന്റെ തൊട്ട് മുമ്പുള്ള ദിവസത്തെ ടെൻഷൻ ഞാൻ കുറയ്ക്കുന്നത്, ഞാൻ ചെയ്യാനുള്ള എല്ലാം ചെയ്തു കഴിഞ്ഞു. ഇനി വേണമെങ്കിൽ വല്ല കഥ വായിക്കാം, വല്ല പാട്ട് കേൾക്കാം, അങ്ങനെ ഇരിക്കുകയാണ്. ആരെങ്കിലും എപ്പോഴെങ്കിലും ഫോൺ ചെയ്ത് വരുമ്പോഴാണ് നമുക്ക് പിന്നെ കൂടുതൽ അതിലേക്ക് തിരിച്ചു കയറുന്നത്. അതെ അതെ. അത് മനഃപൂർവ്വം ഉണ്ടാക്കിയെടുത്ത ഒരു സുരക്ഷിത വലയമാണ് അന്തിക്കാട് എന്ന് പറഞ്ഞ നാടും. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ ആവുന്നത് ഇവിടെ എത്തുമ്പോഴാണ്. അതിപ്പോൾ ഓരോരുത്തരും അവരവരുടെ സ്ഥലത്ത് എത്തുമ്പോഴായിരിക്കും. അവർ ജനിച്ച പരിസരങ്ങളിലേക്ക്. ഒരു ടൗണിൽ ജനിച്ച ഒരാൾക്ക് ഈ കുളവും ഈ സാധനം കണ്ടു കഴിഞ്ഞാൽ ഒരു 4 ദിവസത്തേക്ക് നോക്കിയായിരിക്കും. പിന്നെ അവർക്ക് അവിടെ തന്നെ എത്താൻ തോന്നും. അത് നമ്മുടെ അറിയാതെ എല്ലാ ജീവജാലങ്ങൾക്കുള്ള ഒരു ശീലം. പക്ഷെ ഈ സാധാരണത്വം കൊണ്ട് തന്നെ ഈ പറയുന്ന മോഹൻലാൽ സത്യനന്ദിക്കാട് കൂട്ടുകെട്ടിലെ സിനിമകളെല്ലാം എല്ലാ കാലത്തും ഇപ്പൊ നമ്മളിപ്പോ ഒരു ഫ്രാഞ്ചൈസി എന്നൊക്കെ ചിന്തിക്കുമ്പോൾ തന്നെ നാടോടി കാറ്റ് 3 പാർട്ടിലേക്കാണ്. അതിൽ പട്ടണപ്രവേശം സാർ തന്നെ ചെയ്തതാണ്. അല്ലെങ്കിൽ ഈ പറയുന്ന ടി പി ബാല, ഈ സിനിമ ഒരേ സമയം തന്നെ പ്രേക്ഷക പ്രശംസ, നിരൂപക പ്രശംസ, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട പുരസ്കാരങ്ങളിലേക്ക് എത്തുന്നു, തിയേറ്റർ നിറഞ്ഞു കവിയുന്നു. അങ്ങനൊരു ഇത് സൃഷ്ടിച്ചെടുത്തിട്ടുണ്ടല്ലോ. ഞാൻ പറയുന്നത് ഈ സക്സസിനെ ശരിക്കും ഹാൻഡിൽ ചെയ്യാൻ ഇപ്പൊ എല്ലാവരും പറയുന്നുണ്ട്, സക്സസ് ഹാൻഡിൽ ചെയ്യുന്നതും പരാജയം ഹാൻഡിൽ ചെയ്യുന്നതും തമ്മിലുള്ള ഒരു ഒരേ അളവിൽ ചെയ്യാം എന്ന് പറയുന്നത്. ഇപ്പം നാടോടിക്കാറ്റിന്റെ സമയത്തൊക്കെ ഈ പറഞ്ഞ വളരെ റിലാക്സ്ഡ് ആയിട്ട് അതിന്റെ തിയേറ്ററിന്റെ ഫ്രണ്ടിലൂടെ പോയത് എങ്ങനെയാണ് ഈ പറയുന്ന ഈ തിയേറ്റർ നിറഞ്ഞോടുന്ന ഘട്ടങ്ങളിലൊക്കെ വളരെ നോർമലൈസ് ചെയ്തിട്ട് ഈ പറഞ്ഞ സാധാരണത്തിലേക്ക് വന്നിരുന്നത്? അല്ല, സിനിമ ആളുകൾക്ക് ഇഷ്ടമാകുമ്പോൾ, സൂപ്പർ ഹിറ്റായിട്ട് ഓടുമ്പോൾ അത് എന്നെ സന്തോഷിപ്പിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എനിക്കൊരു ആശ്വാസം ഉണ്ടാകുന്നുണ്ട്. അതിനപ്പുറത്ത് നമ്മളെല്ലാം നേടിയെന്നോ അതുകൊണ്ട് ഇനി അടുത്ത എല്ലാ പടങ്ങളും സൂപ്പർ ഹിറ്റ് ആകുമെന്നോ ഞാൻ വിചാരിക്കുന്നു. നിലവിട്ട് പോക്കില്ല. ഇല്ല, നിലവിട്ട് പോകുന്നില്ല. നമ്മൾ പരിചയം കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ അനുഭവം കൊണ്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്, ആ സിനിമ നന്നായി, അടുത്ത സിനിമ നന്നാവണമെങ്കിൽ ഞാൻ അതിനും കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യണം, എന്നാലേ അത് നന്നാവുള്ളൂ. അല്ലാതെ ഇതിന്റെ കെയർ ഓഫിൽ മാത്രം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഒരു സിനിമ ആളുകൾ ഇങ്ങനെ ഭയങ്കര എയറിൽ നിർത്തും. അപ്പം ഞാൻ എൻ്റെ മനസ്സിലായതിൻ്റെ ഒരു സമനിലയിലാണ് ഞാൻ നിർത്താറുള്ളൂ. അതുകൊണ്ട് തന്നെ അതെന്നെ വലിയ കാര്യമായിട്ട് ബാധിക്കാറില്ല. ഒരു സന്തോഷം ഉണ്ടാവും, ഓഫ് കോഴ്സ്, തീർച്ചയായിട്ടും സന്തോഷം ഉണ്ടാവും. അതിൽ അഭിരമിക്കാറില്ല. അതാണ് അതിന്റെ. നാടോടിക്കാറ്റിന്റെ സമയത്താണ് ഈ ബസ് യാത്ര. നാടോടിക്കാറ്റിന്റെ സമയത്ത് ഞാനന്നൊന്നും കാറ് വാങ്ങിച്ചിട്ടില്ല. അപ്പോൾ ഒരു സിനിമ കഴിയുമ്പോൾ 2 സിനിമ കഴിക്കുമ്പോൾ കാറ് വാങ്ങിക്കാൻ തോന്നുന്നത് തെറ്റൊന്നുമല്ല. പക്ഷെ ഞാൻ നാടോടിക്കാരും 82 തുടങ്ങിയിട്ട് ഞാൻ 89-90 ചേർത്തിട്ടാണ് കാറ് വാങ്ങിക്കുന്നത്. അപ്പോൾ ഒരു 5-8 കൊല്ലം ഡയറക്ടറായിട്ടും സക്സസ്ഫുൾ ഡയറക്ടറായിട്ടും സന്മനസ്സും ഗാന്ധിയറും വരവേൽപ്പും ഒക്കെ ഉള്ളപ്പോൾ എനിക്ക് വണ്ടിയില്ല. പിന്നെയാണ് ഒരു മാരുതി കാർ വാങ്ങിക്കുന്നത്. അപ്പൊ എനിക്കെന്നറിയാം ഈ വണ്ടി തന്നെ, ഈ മാരുതി 800 അത് ഇപ്പോഴും വിറ്റിട്ടില്ല, എന്റെ കൂടെ തന്നെ ഉണ്ട്. അപ്പൊ ആ സമയത്ത് എനിക്ക് ഏറ്റവും വലിയ കൺഫ്യൂഷൻ, എനിക്ക് ഒരു കുറച്ച് നടന്നാൽ ബസ് കിട്ടും. അന്തിക്കാട് പറഞ്ഞ പാന്തോട് എന്നുള്ള സ്റ്റോപ്പിൽ നിന്ന് നേരെ ബസ്സിൽ കയറി ഇരുന്നാൽ എനിക്ക് തൃശ്ശൂർ ഇറങ്ങാം. അവിടുന്ന് എനിക്ക് വണ്ടി പാർക്ക് ചെയ്യേണ്ട, ഒരു പ്രശ്നങ്ങളില്ല, നടന്നു പോകാം. അപ്പോഴാണ് ഈ നാടോടിക്കാറ്റ് രാംദാസിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ രാംദാസിൽ ഇങ്ങനെ തകർത്തോടുകയാണ്. അത് ഒരു 50 ദിവസമൊക്കെ കവറായി. അപ്പോൾ ഈ മാറ്റിന് വിടുന്ന സമയത്ത് ഈ ബസ് അവിടെ സ്റ്റക്കായി. കാര്യം അത്രയും കൂടുതൽ ജനങ്ങൾ പടം കണ്ടിട്ട് തിയേറ്ററിലേക്ക് ഒഴുകും. അന്ന് ഗേറ്റ് MG റോഡിലേക്കായിരുന്നു ഗേറ്റ്, ഇപ്പോൾ ഗേറ്റ് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ബ്ലോക്കാവും, റോഡ് മുഴുവൻ ബ്ലോക്ക്. അപ്പോൾ ഒരു കണ്ടക്ടർ അവിടെ നിന്ന് പറയാണ്, ഒരു പടം ഇറങ്ങിയിട്ടുണ്ട്. മനുഷ്യൻ നമ്മുടെ റൂട്ട് മുഴുവൻ എന്നും ആ സമയത്താണ്, മോർണിംഗ് ഷോയുടെ സമയത്ത്, മാറ്റിൻ്റെ ഫസ്റ്റ് ഷോ, എന്ത് കണ്ടിട്ടാണ് ഈ ആൾക്കാർ ഈ പടം സിനിമ കാണാൻ ഇങ്ങനെ കയറുന്നത്. അപ്പൊ അന്ന് ഈ സോഷ്യൽ മീഡിയ അധികം ഇല്ലാത്തതുകൊണ്ടും ഈ ഡയറക്ടേഴ്സിനൊന്നും അധികം ആൾക്കാരെ അറിയില്ല. അല്ല, നാനോ വെള്ളി നക്ഷത്രം വാങ്ങുന്നവർ മാത്രമേ സംവിധാനം അറിയുള്ളൂ. അപ്പൊ എന്നെ ഒന്നും ആർക്കും അറിയില്ല.
അപ്പൊ ഞാനത് ഇങ്ങനെ കേട്ടിരുന്നുണ്ട്. അതിന്റെ കാരണക്കാരൻ്റെ കൂടെ പുറകിലിരിക്കുന്നുണ്ട്. പുറകിലിരിപ്പുണ്ട്. അതെ, അതെ. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് കാറിൽ പോയാൽ കിട്ടില്ല. അങ്ങനെയുള്ള കുറെ അനുഭവങ്ങളുണ്ടല്ലോ. അപ്പൊ നമുക്ക് ഇത് ആർട്ടിഫിഷ്യലായിട്ട് ചെയ്തിട്ട് കാര്യമില്ല. അപ്പൊ നമുക്ക് നാളെ തൊട്ട് ലളിത ജീവിതം നയിക്കാം. നമുക്ക് നാട്ടം പുറത്ത് വന്ന് മാതള നാരങ്ങ പൂവിട്ടോ നോക്കാൻ കാര്യമില്ല. അതെ, അതെ. നമുക്ക് അത് റിയൽ ആയിട്ട് ഫീൽ ചെയ്യണം. എനിക്കത് പണ്ട് തൊട്ട് നമുക്ക് വേണ്ടി ചെയ്താലാണ് നമുക്ക് നന്നാവുള്ളൂ. അപ്പൊ അതുകൊണ്ട് ആ സിനിമ സൂപ്പർ ഹിറ്റ്. ഇപ്പൊ മോഹൻലാൽ പറയുന്ന പോലെ സൂപ്പർ ഹിറ്റ് ആവട്ടെ, അത് ദൈവത്തിന്റെ അനുഗ്രഹമാണ്. ഇനി ചിലപ്പോൾ കുറെ ആൾക്കാർക്ക് ഇഷ്ടമായില്ല, എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ചെയ്യാവുന്നത് നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ടല്ലോ. ചില ആൾക്കാർ നല്ല ഹിറ്റായിട്ട് പടം ഓടുമ്പോൾ, സൂപ്പർ ഹിറ്റായിട്ട് ഓടുമ്പോൾ ചിലർ വന്ന് പറയും എന്ത് പറ്റി ഈ പടത്തിന്? അപ്പൊ ഒന്നും പറ്റിയിട്ടുണ്ടാവില്ല. അപ്പോ ഞാൻ പറയും പണ്ടത്തെ പോലെ കഴിവില്ല, അതുകൊണ്ടാണ്. അവരെ ഹാപ്പിയാക്കുക എന്നുള്ളതാണ്. അതല്ലാതെ നമ്മൾ അവരായിട്ട് തർക്കിക്കാൻ പോരുത്. നിങ്ങളുടെ സിനിമ നന്നായില്ല എന്ന് പറഞ്ഞാൽ നന്നായില്ല, എന്ത് ചെയ്യാൻ പറ്റും? അത് പറയാനുള്ള അവകാശം ഉണ്ടല്ലോ. ഇപ്പൊ നമുക്ക് ഇപ്പൊ പറയില്ല, ഇപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ ധാരാളം റിവ്യൂ അല്ല, അത് ശരിക്കും പറഞ്ഞാൽ അത് അഭിപ്രായങ്ങളാണ്, അവരുടെ പെർഫോമൻസ് ആണ്. അത് കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് അറിയോ, അവർ പറഞ്ഞോട്ടെ. കാര്യം വെച്ചാൽ അവർക്ക് പറയാനുള്ള എല്ലാ അവകാശമുണ്ട്. ഇപ്പൊ ഞാൻ ചെയ്യുന്ന സിനിമകൾ അപാരമാണ്, ഗംഭീരമാണെന്ന് അവർ പറയുന്നത് ഞാൻ എന്തിനാണ് നിർബന്ധം പിടിക്കുന്നത്? അവർക്ക് ഇഷ്ടമുള്ളത് പറഞ്ഞോട്ടെ, അത് തെറ്റൊന്നുമില്ല. അത് വിശ്വസിച്ചിട്ട് പോകാതിരിക്കുന്നവർ പോകാതിരുന്നോട്ടെ. പക്ഷെ അങ്ങനെ കണക്കാക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഇതൊക്കെ നമ്മളെ ബാധിക്കും. പേഴ്സണലായിട്ട് ബാധിക്കും. നമ്മൾ അസ്വസ്ഥപ്പെടുത്തും, നമ്മുടെ ഉള്ളിലേക്ക് കയറണം, നമുക്ക് അവരോട് ദേഷ്യം തോന്നും, പക തോന്നും. അതിനൊന്നും ആവശ്യമില്ല. അവർക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്യുന്നു. ഇപ്പൊ സോഷ്യൽ മീഡിയയിലാണെങ്കിൽ അവർക്ക് ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടണമെങ്കിൽ കൂടുതൽ ആൾക്കാർ അവരുടെ റിവ്യൂ കാണുന്നു. അതിനുള്ള എല്ലാ അഭ്യാസങ്ങളും അവരും ചെയ്യും, സിനിമക്കാർ ചെയ്യുന്ന പോലെ. അത് അവരുടെ ജോലിയാണ്, നമ്മളത് ഫ്രീ ആയിട്ട് വിട്ടുകൊടുക്കുക. നമ്മൾ നമ്മുടെ ജോലി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് കല്ലെറിയാം. ഇപ്പൊ സന്ദേശത്തിന് ഇപ്പോഴും കല്ലെറിയുന്നവരില്ലേ? സന്ദേശം റിലീസ് ചെയ്തിട്ട് ഇത്രയും കൊല്ലങ്ങളായി, പക്ഷെ ഇപ്പോഴും അതിനെപ്പറ്റി ആ രാഷ്ട്രീയ സിനിമയാണ്, അതാണ് ഇതാണെന്ന് പറഞ്ഞ് ചീത്ത പറയുന്നവരുണ്ട്. ചീത്ത പറഞ്ഞോട്ടെ, കുഴപ്പമില്ല. ഞാനും ശ്രീനിവാസനും അത് കേട്ടിരിക്കുന്നല്ലാതെ ഒരുപാട് ആളുകൾ, ഇപ്പോൾ ഒരു പ്രത്യേക പാർട്ടിയുടെ അണികൾ വളരെ രോഷാകുലരായിട്ട് ചില മീഡിയയിൽ ചാനലിൽ വർക്ക് ചെയ്യുന്നവരൊക്കെ അതിനെപ്പറ്റി വളരെ ദോഷകരമായിട്ട് അതൊരു ക്രൈമാണെന്ന് പറഞ്ഞിട്ട് വരെ ഞാൻ കേട്ടിട്ടുണ്ട്. അതേസമയം അതേ പാർട്ടിയിലെ വലിയ നേതാക്കള്, മന്ത്രിമാര് ഒക്കെ നമ്മൾ അതിന്റെ പേരിൽ അഭിനന്ദിക്കാറുണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ ഇങ്ങനെയുള്ള വൈരുദ്ധ്യം അതിൻ്റെ ഉള്ളിൽ തന്നെ കിടക്കുന്നുണ്ട്. ആളുകൾ ചർച്ച ചെയ്യുന്നു എന്നുള്ളൊരു സന്തോഷമാണ്. ഈ സന്ദേശത്തിന്റെ കാര്യം പറയുമ്പോൾ, സന്ദേശത്തില് അന്ന് കൽപ്പിച്ചുണ്ടാക്കിയ അല്ലെങ്കിൽ നിങ്ങളുടെ ഭാവനയിൽ ആലോചനയിൽ ഉണ്ടായ സാധനങ്ങൾ പിന്നീട് ഈ നമ്മൾ പറയുന്ന സാക്ഷരത പലതരത്തിൽ റിയലൈസ് സംഭവിച്ചു. ഈ പറയുന്ന മൃതദേഹത്തിന് വേണ്ടിയിട്ടുള്ള തർക്കടക്കം വരുന്ന സമയത്ത് അതങ്ങനെ ആലോചിച്ചിട്ടില്ലേ? ചില കാര്യങ്ങൾ ഈ രാഷ്ട്രീയമായിട്ട് അത് ആ രീതിയിൽ രാഷ്ട്രീയ പാർട്ടികളുടെ തർക്കമൊക്കെ വരുന്ന സമയത്ത് ഈ പറഞ്ഞ തേങ്ങയിടാൻ ഓടുന്ന നേതാക്കൾ, ഇങ്ങനെ സമാനമായ സംഗതികൾ പലതും ഈ തൊട്ടു മുന്നിൽ സംഭവിക്കുന്നു എന്നുള്ളത് കാണുമ്പോൾ തോന്നിയിട്ടില്ലേ? ഈ ആലോചനകൾ പിന്നീട് ഭാവിയിൽ സത്യമായി മാറുന്നു. അതെ, അത് അന്ന് സങ്കല്പിക്കുന്നതാണ് പലതും. അന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിനെ ബേസ് ചെയ്തിട്ടാണ് ഇതുണ്ടാക്കിയത്. സന്ദേശം തന്നെ നമ്മൾ അതിനു മുമ്പ് ഒരു 6 കൊല്ലത്തിന് മുമ്പേ ആലോചിച്ച് വെച്ച കഥയാണ്. ശ്രീനിവാസൻ എൻ്റെ അടുത്ത് പറഞ്ഞു, 2 രാഷ്ട്രീയ പാർട്ടികൾ ഒരു കാര്യം ഒരു വീട്ടിലുണ്ടായാലുണ്ടാവുന്ന സംഭവങ്ങൾ. അപ്പോൾ നമ്മളെ കുറേ ഡിസ്കസ് ചെയ്യും. എന്നിട്ട് അതിലൊരു കഥയില്ലല്ലോ എന്ന് തോന്നിയിട്ട് വിട്ടുകളയും. ശരിക്കും അത് സിനിമയാവാൻ കാരണം ലോഹിതദാസാണ്. കാരണം ലോഹിതദാസ് ഒരു ദിവസം ഞാനും ശ്രീനിവാസനും കഥ എഴുതാനായിട്ട് തിരുവനന്തപുരം ട്രിവാൻഡ്രം ക്ലബ്ബിൽ റൂം എടുത്ത് താമസിക്കുകയാണ്. ഒരു മാസത്തോളമായി ശ്രീനി ഒരു പടത്തിൽ അഭിനയിക്കുന്നുണ്ട്. അപ്പം ഒരു ദിവസം ലോഹിതദാസ് വന്നു, എന്തായി നിങ്ങളുടെ കഥ? അപ്പോൾ ഒന്നും ആയില്ല എന്ന് പറയാനുള്ള മടിയുണ്ട് ഞാൻ ഈ ത്രെഡ് പറഞ്ഞു. പുള്ളി അങ്ങോട്ട് ചാർജറായി. പുള്ളി പറഞ്ഞു, ഉഗ്രന സാധനമാണ് സത്യ, ഇത് ഇപ്പം എടുക്കണം. അപ്പോൾ ഒരു ഭരണമാറ്റം നടന്ന കാലമാണ്, ഇപ്പൊ ബെസ്റ്റ് ടൈമാണ്, ഇത് ഉഗ്രൻ സിനിമയാണ്. അപ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് ആയി. ശ്രീനിവാസൻ വന്നപ്പോൾ ഞാൻ ശ്രീനിവാസൻ്റെ അടുത്ത് പറഞ്ഞു, ലോഹിതദാസ് പറയുന്നത് അത് ഉഗ്രൻ സബ്ജക്റ്റ് ആണെന്നാണ്, നമ്മൾ വേറെ ആലോചിക്കുക ചെയ്യാതിരുന്നാലോ? അപ്പോൾ ഹീറോനെ വെച്ചിട്ടൊന്നല്ല കഥ ആലോചിക്കുന്നത്, മോഹൻലാലിനെ വെച്ചിട്ടൊന്നല്ല. ശ്രീനിവാസൻ പറഞ്ഞ ഫസ്റ്റ് ഡയലോഗ് എക്കാലത്തും ഓർമ്മിക്കാവുന്ന കുറെ ഡയലോഗ്സ് അതിൽ ഉണ്ടാവുന്നു. അത് അന്ന് ശ്രീനി പറഞ്ഞതാണ്. എന്നിട്ടാണ് നമ്മൾ ആ സിനിമയിലേക്ക് പോകുന്നത്. അതുകൊണ്ടാണ് ഇപ്പോഴും പോളണ്ടിനെ പറ്റി പറയരുത് എന്ന് പറയുന്നത്. രാഷ്ട്രീയ ചർച്ചയിലോ സറ്റയറിലൊക്കെ ഇപ്പോഴും ഇത് വീണ്ടും വരുന്നു. അപ്പൊ അന്നത്തെ സാഹചര്യത്തിൽ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള സറ്റയറാണ് അവസാനം. പക്ഷെ നമ്മുടെ കർഷകാലത്തിന് നമ്മുടെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറുന്നില്ല. ഇപ്പോഴും പറയുന്നത് മറ്റേ പാർട്ടിയിൽ കുറച്ച് നല്ല കൊള്ളാവുന്ന ചെറുപ്പക്കാർ വന്നിട്ടുണ്ട്, അവരുടെ പേരിൽ വല്ല പെണ്ണുകേസോ എന്ന് ചോദിച്ചാൽ അവരെ സമൂഹത്തിൽ നാറ്റിക്കാനോ അല്ലെന്ന് ഞാൻ ഇന്നും കണ്ടു. ശങ്കരാടിയുടെ ഡയലോഗ് നമുക്ക് തന്നെ ആളുകൾ അയച്ചുതരും. മനസ്സിലായില്ലേ? നമ്മൾ എന്തുകൊണ്ട് തോറ്റു സ്ഥിരമാണ്. അതിപ്പോഴും നമ്മൾ ഒരു മടിയില്ലാതെ പറയാമല്ലോ. ഏത് തോറ്റ പാർട്ടിയും പറയുന്നത് മറ്റൊരു രണ്ടുപേരും തമ്മിലുള്ള അന്തർധാര സജീവമായിരുന്നു. അപ്പൊ അത് ശ്രീനിവാസനാണ് അതിന്റെ എല്ലാ ക്രെഡിറ്റും. ശ്രീനിവാസന്റെ
ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ചിരുന്ന് ഡിസ്കസ്, ഞങ്ങൾ ഒന്നിച്ച് സ്ക്രിപ്റ്റ് വർക്ക് ചെയ്യുമ്പോൾ ഞങ്ങൾ ഒന്നിച്ചിരുന്നിട്ടാണ് ചെയ്യുന്നത്. ഞങ്ങൾ ഒന്നിച്ച് താമസിച്ച് ഡിസ്കസ് ചെയ്ത് അതിന്റെ ഓരോ ഞാനും നോട്ട് ചെയ്യും, ശ്രീനും നോട്ട് ചെയ്യും. ഷൂട്ടിങ്ങിന് പറയുന്ന സമയത്ത് സീക്വൻസ് സ്ക്രീൻ പ്ലേ മാത്രമേ ഉണ്ടാവുള്ളൂ. പലപ്പോഴും ഡയലോഗ്സ് എഴുതുന്ന അവിടെ ഇരുന്നിട്ടാണ്. ഈ പോളണ്ടിനെ പറ്റി ഒന്നും പറയുന്നത് അവിടെ വെച്ചിട്ടാണ്, അവിടെ ചെയ്തതാ, സ്പോട്ടിൽ വെച്ച് എഴുതുക. എന്നാലും ഞങ്ങൾ തമ്മിലൊരു ഐക്യം കൊണ്ട് നമുക്ക് അറിയാം അതങ്ങനെയാ വരുന്നത്. ചിലത് ശ്രീനി മറന്നുപോകും, അത് ഞാൻ അവിടെ വെച്ച് ഓർമ്മിപ്പിക്കും. ഇപ്പൊ തലയണ മന്ത്രം എന്നുള്ള സിനിമയില് ശ്രീനിവാസൻ ഇവള് മറ്റേ കടം വാങ്ങിച്ച സാധനങ്ങൾ ഒരു ഷോപ്പുകാരൻ ഉർവശീനെ ചീത്ത പറയുന്നുണ്ട്. അപ്പൊ ഇയാൾ തല്ലുണ്ടാക്കും. അപ്പൊ തിരിച്ചു വന്നിട്ട് ശ്രീനിവാസൻ പറയുന്ന ഡയലോഗ് ഉണ്ട്, ഇന്ത്യ അമേരിക്കന് കടം വാങ്ങാറില്ലേ, അതിന് അമേരിക്ക ഇന്ത്യയെ ഫോണിൽ വിളിച്ച് തെറി പറയാറുണ്ട്. അതിന് പകരം അത് ശ്രീനി ഡിസ്കസ് ചെയ്യുമ്പോൾ പറഞ്ഞ ഡയലോഗ്, ഡിസ്കസ് ചെയ്യുമ്പോൾ ശ്രീനി പറഞ്ഞ ഡയലോഗ്. ശ്രീനി എഴുതി വന്നപ്പോ പല പല ആവശ്യങ്ങൾക്കും ഇന്ത്യ അമേരിക്കയെ ആശ്രയിക്കാറില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അത് ഇത്തിരി പരത്തിപ്പോയി. ഞാൻ പറഞ്ഞു ശ്രീനി അത് വേണ്ട, ശ്രീനി ഡിസ്കസ് ചെയ്യുമ്പോൾ പറഞ്ഞ ഡയലോഗ് എനിക്ക് ഓർമ്മയുണ്ട്. അതെന്താണെന്ന് ചോദിച്ചു. ഞാൻ ഇതാണ് ശ്രീനി പറഞ്ഞ ഡയലോഗ്, ഇന്ത്യ അമേരിക്കന് കടം വാങ്ങാറില്ലേ, അതിന് അമേരിക്ക ഇന്ത്യയെ ഫോണിൽ വിളിച്ച് തെറി പറയാറുണ്ട്. അപ്പൊ ഈ ഒന്നിച്ചിരുന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ടല്ലോ ഗുണം അതാണ്, സ്റ്റോർ ചെയ്യപ്പെടുന്നു. അപ്പൊ നമ്മൾ അങ്ങനെയുള്ള ഒരു അത്തരം ഒരു യോജിപ്പാണ് നമ്മുടെ സിനിമകളുടെ ഒരു സക്സസ് എന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ പ്രകാശൻ വരെയുള്ള ഒരു മലയാളത്തിലെ എവർഗ്രീൻ എന്ന് പറയുന്ന എക്കാലത്തും ഓർക്കാവുന്നത്, അതായത് ഒരു കാലത്ത് ചെയ്ത സിനിമകൾ എല്ലാ കാലത്തേക്കും ഓർക്കപ്പെട്ട ഒരു ഗോൾഡൻ കോമ്പിനേഷൻ പോലെയാണ് സത്യനന്ദിക്കാട് ശ്രീനിവാസൻ എന്ന് പറയുന്നത്. ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു കോമ്പിനേഷൻ സെറ്റ് ചെയ്യപ്പെട്ടു എന്ന് പറയുന്നത് നിങ്ങൾ സാധ്യമാക്കി എത്രയോ സിനിമകൾ ഉണ്ടാവും, ആലോചിച്ച് പാതി വഴിയിൽ ഉപേക്ഷിച്ചതോ, അങ്ങനെ ഒരു ആലോചിച്ചൊരു 50 സിനിമയിൽ നിന്നായിരിക്കുമല്ലോ ഇത്ര എണ്ണം സിനിമ ഉണ്ടായിരുന്നത്. അത് എങ്ങനെയായിരുന്നു അതിന്റെ ഒരു തുടക്കം ഉണ്ടാവുക? ഇപ്പൊ അടുത്ത പടം വീണ്ടും സത്യനന്ദിക്കാട് ശ്രീനിവാസൻ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ പലതരം രസമുള്ള സിനിമയാണല്ലോ, എല്ലാത്തിലും വേറെ എന്തെങ്കിലും ഒരു പുതുമ ഉണ്ടായിട്ടുണ്ടാവുമല്ലോ. താരങ്ങളില്ലാതെയും സാധ്യമാക്കിയ സിനിമകളായിരുന്നു. താരങ്ങൾ ഒരു ഘട്ടത്തിൽ താരങ്ങളെ നോക്കാറില്ല. അപ്പൊ മോഹൻലാൽ തന്നെ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന സമയത്ത് താരമായിട്ട് കണ്ടിട്ടല്ലോ നമ്മളിപ്പോ സന്മർശൊക്കെ ചെയ്യുന്ന ഒരു താരമായിട്ട് കണ്ടിട്ടില്ല. നമ്മൾ ഒരു വിഷയമാണ് ആദ്യം ഉണ്ടാകുന്നത്, ഒരു സബ്ജക്റ്റ് ഉണ്ടാവണം. അതാണ് ഞാനും ശ്രീനിവാസനും ശ്രദ്ധിക്കാറുള്ള കാര്യങ്ങൾ. അപ്പോൾ ചിലപ്പോൾ ആ സബ്ജക്റ്റ് വർക്ക് ചെയ്ത് കുറെ 10-30 സീനുകൾ വർക്ക് ചെയ്തതിനു ശേഷം അത് വേണ്ടെന്ന് വയ്ക്കും. ഈ പറഞ്ഞ പോലെ 50 സിനിമകൾ ഡിസ്കസ് ചെയ്തിട്ടാണ് അതിൽ നിന്ന് 10 സിനിമ നമ്മൾ ഉണ്ടാക്കുന്നത്. ചിലപ്പോൾ ഈ ഉപേക്ഷിച്ച സാധനം കുറെ നാൾ കഴിഞ്ഞാൽ വീണ്ടും ചിലപ്പോൾ ഉണ്ടാക്കിയെന്ന് വരാം, മനസ്സിലായില്ല. അപ്പൊ അങ്ങനെയുള്ള സംഭവിച്ചിട്ടുണ്ട്. ഈ മറ്റേ നരേന്ദ്രൻ മകൻ ജയകാന്തൻ വേറെ കഥ ആലോചിച്ചിരുന്നു. വേറെ കഥ ആലോചിച്ച ഒരു 30-35 സീൻ വരയ്ക്കും നമ്മൾ എഴുതി കുഞ്ചാക്കോ ബോബനെ കാസ്റ്റ് ചെയ്തു. അതിൽ ഉർവശിയും കൂടി വേണമായിരുന്നു. ഉർവശിനെ ആ സമയത്ത് കിട്ടിയില്ല. ഒരു 30-35 സീൻ കഴിഞ്ഞപ്പോൾ അതിനുള്ളിൽ ചാക്കോച്ചൻ റെഡിയായി. അത് കഴിഞ്ഞപ്പോ നോക്കുമ്പോ ആ കഥ അങ്ങോട്ട് പോരാ, നമുക്ക് അത് വികസിക്കുന്നില്ല. കുഞ്ചാക്കോ ബോബനെ ബുക്ക് ചെയ്യുകയും ചെയ്തു. പിന്നെ കുഞ്ചാക്കോ ബോബനെ ചേർക്കാനുള്ള വേറൊരു കഥ ഉണ്ടാക്കിയതാണ് നരേന്ദ്രൻ മകൻ ജയകാന്തൻ. അങ്ങനെ ചില പല സമയങ്ങളിൽ ഇപ്പം ഭാഗ്യദേവത എന്നുള്ള സിനിമ ഞാൻ എഴുതിയതാണ്, ശ്രീനിവാസൻ അല്ല. രാജേഷ് ജയറാം എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരൻ പറഞ്ഞൊരു കഥയുടെ ത്രെഡാണ്. അവൻ എന്നെ കാണാൻ വരുമ്പോൾ ഈ ഒരു ത്രെഡും കൊണ്ടാ വന്നത്. പക്ഷെ അത് കഴിഞ്ഞിട്ട് അയാളുടെ ഒരു കഥയാണ് അച്ചുവിന്റെ അമ്മ. അതും കഴിഞ്ഞ് പിന്നെയും കുറെ കഴിഞ്ഞിട്ടാണ് ഈ സിനിമ ഭാഗ്യദേവത സ്ക്രിപ്റ്റ് ആക്കുന്നത്. അപ്പൊ ഞാനും ശ്രീനിയും കൂടി അന്ന് രാജേഷ് പറഞ്ഞ സമയത്ത് ഇതിനൊരു കഥയായിട്ട് ആലോചിച്ച് തുടങ്ങിയിരുന്നു. പിന്നെ അത് വിട്ടുകളഞ്ഞു. അതിൽ പിന്നെയും കയറാൻ ബുദ്ധിമുട്ട്. അപ്പോൾ ചിലത് തന്നെത്താൻ സംഭവിക്കും, ചിലത്. അപ്പോൾ അതിനുശേഷം ഞാൻ ഇത്രയും കൊല്ലങ്ങൾക്ക് ശേഷം ഞാൻ ആലോചിച്ചു, അതിനൊരു കാരണം എന്താ വെച്ചാൽ അന്ന് ആ സമയത്ത് പാടാത്ത പൈങ്കിളി എന്ന് പറഞ്ഞ മുട്ടത്തെ വഴിക്കയുടെ ഒരു നോവലുണ്ട്. ആ നോവലിന്റെ 50-ാം വർഷം എന്നൊക്കെ പറഞ്ഞാൽ എനിക്കത് വായിക്കാനൊരു തോന്നല്. അത് നോക്കാൻ ഒരു സ്ഥലത്തും കിട്ടിയില്ല. അവസാനം എൻ്റെ ഒരു അസിസ്റ്റന്റ് അത് തപ്പിപ്പിടിച്ച് കൊണ്ടുവന്നു. പഴയ നോവല് ഞാൻ വായിച്ചിട്ടുള്ളതാണ്, അത് സിനിമയായിട്ടാണ് പ്രേംനസീർ അഭിനയിച്ചിട്ട്. അത് വായിച്ചിട്ട് മുട്ടത്തുറക്കയുടെ അന്നത്തെ ലാംഗ്വേജാണ്. ലാസർ മുതലാളി മറ്റാൾക്ക് ഇത്ര എന്നൊക്കെ പറഞ്ഞ് 8 രൂപ ശമ്പളം എന്നൊക്കെ പറഞ്ഞ് അതങ്ങനെ ഞാൻ കഷ്ടപ്പെട്ട് വായിച്ച് ഈ മുട്ടത്തുറക്കയുടെ നോവലുകൾക്കുള്ള ഒരു വലിയൊരു ഗുണം, നമ്മൾ എന്തുകൊണ്ടാണ് മുട്ടത്തുറക്കി ഒരു വലിയ ജനസഞ്ചയത്തിനെ പിടിച്ചു നിർത്തിയത്, അന്ന് സിനിമയൊന്നും സജീവമല്ലാതിരുന്ന കാലത്ത് ഒരു വലിയ ലോകം നമ്മുടെ മുമ്പിൽ തുറന്നിടും. ആ കഥയുടെ പശ്ചാത്തലം, ഒരു വീട്, അതിനപ്പുറത്ത് പാടങ്ങൾ, അതിനപ്പുറത്ത് കുന്ന്, ആ കുന്നിൻ ചെരുവിലൊരു മരം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ സിനിമ കാണുന്ന പോലെ പിക്ചർ. അതിന്റെ അവസാനം ഒരു സ്ത്രീധന പ്രശ്നമാണ്. ആ സ്ത്രീധനത്തിന്റെ വിഷയത്തിൽ ആണ് അതിന്റെ ക്ലൈമാക്സ് കെട്ടി വെച്ചിട്ടുള്ളത്. ഞാനത് വായിച്ചിട്ട് എൻ്റെ കണ്ണ് പതുക്കെ നിറഞ്ഞുപോയി. അപ്പൊ ഞാൻ ആലോചിച്ചു, പണ്ട് രാജേഷ് ജയറാമൻ ഇങ്ങനെ ഒരു സ്ത്രീധനത്തിന്റെ കഥ പറഞ്ഞിരുന്നല്ലോ, അത് വേറെ കഥയാണ്. അപ്പൊ വീണ്ടും ഞാനത് പൊടി തട്ടിയെടുക്കുകയാണ്. എന്നിട്ടാണ് അത് സിനിമയാക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഓരോ സിനിമയും സംഭവിക്കാൻ ഓരോ കാരണങ്ങൾ ഉണ്ടാവുകയാണ്. അല്ലാതെ നമ്മൾ ഇരുന്നിട്ട് നാളെ ഇങ്ങനെ ഒരു സിനിമ ഉണ്ടാക്കിയേക്കാം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നടക്കുകയില്ല.
ഈ സത്യനന്ദിക്കാട് സിനിമകളുടെ ഒരു പശ്ചാത്തലം എന്ന് പറയുമ്പോൾ എപ്പോഴും നമുക്ക് അതിൽ ഇപ്പം കഥാപാത്രങ്ങൾക്കെല്ലാം അതിൻ്റെ ഒരു ഇപ്പം ഈ മുട്ടത്തുവർക്കിയുടെ കഥകളുമായി ബന്ധപ്പെട്ട് പറഞ്ഞപ്പോൾ പറയാണ് ഇപ്പം നമ്മളെപ്പോഴും വരവേൽപ്പ് എന്നുള്ള സിനിമയുടെ ആലോചനയിൽ തന്നെ നമ്മുടെ തലയ്ക്കകത്ത് ആ ബസ് കൂടി ചേർന്നാണ് അതൊരു കഥാപാത്രമാണ്. അതൊരു മറ്റേ ജീവിക്കാത്തത് എന്തായാലും ഇപ്പം പിന്നെ അതേപോലെ പിൻഗാമിയിലാണ് ആ വീട് പശ്ചാത്തലമാവുന്നുണ്ട്, വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ, അങ്ങനെ ഓരോ സിനിമ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പശ്ചാത്തലത്തിലുള്ള അല്ലെങ്കിൽ വീടോ കടയോ ചായക്കടയോ ഇതൊക്കെ ഇതിൻ്റെ ഒരു ഓർമ്മ. ഇപ്പം പശുവിനെ കളഞ്ഞ പാപ്പി എന്ന് പറയുന്ന സമയത്തും അല്ലെങ്കിൽ മറ്റേ മഴവിൽക്കാവടിയിലെ കാറെല്ലാം നമ്മളുടെ ഓർമ്മയിൽ എല്ലാ കാലത്തും നിൽക്കുന്ന വിധത്തിലാണല്ലോ. അപ്പൊ ഈ ഒരു കഥാപശ്ചാത്തലം ആലോചിക്കുമ്പോൾ എഴുത്തിൽ ഇത്രയും വിഷ്വൽ ഉണ്ടാവില്ലല്ലോ. ഒരു വിഷ്വലിലേക്ക് വരുന്ന സമയത്ത് തിരഞ്ഞെടുക്കുന്ന വീട്, ലൊക്കേഷൻ, അതിന് വേണ്ടിയിട്ടുള്ള ബസ്, ഇതിനെ കുറിച്ചൊക്കെ ഒരു കൃത്യതയോടെ ഒരു ഹോംവർക്കിലേക്കാണോ സാർ പോകേണ്ടി? അല്ല, ഇത് അതിന് ഒരു ഏകദേശ ധാരണ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇപ്പൊ നമുക്ക് മഴവിൽക്കാവടി ആയാലും അല്ലെങ്കിൽ പൊന്മുട്ടതാറായാലും ഒരു ഗ്രാമം അങ്ങോട്ട് മനസ്സിൽ സങ്കല്പിച്ചിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ ലൊക്കേഷൻ നോക്കാൻ പോകുന്ന ആ ഒരു ഗ്രാമത്തിന് വേണ്ടിയിട്ടാണ്. അപ്പൊ നമുക്ക് ചിലപ്പോൾ ഒരു ഏരിയ കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിന് പറ്റുന്ന ഒരു വീട് കണ്ടു കഴിഞ്ഞാൽ ആ വീടിനൊപ്പം തട്ടാന്റെ വീടും അതിന്റെ അപ്പുറത്ത് പണിക്കരുടെ വീടും ഇങ്ങനെ 2 വീട് കിട്ടി കഴിഞ്ഞാൽ അത് അവിടെ നമ്മൾ ലോക്ക് ചെയ്യാണ്, അവിടെ തീരുമാനിക്കുകയാണ്. പിന്നെ ബാക്കിയുള്ള സ്ഥലങ്ങൾ നമുക്ക് അവിടെ കണ്ടെത്തുകയാണ്. അപ്പൊ മിക്കവാറും സ്ഥലങ്ങളിൽ ഇതൊക്കെ ഉണ്ട്, അത് നമ്മൾ കണ്ടെത്തുന്നതാണ്. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഈ പറഞ്ഞ പോലെ ഒരു സിനിമയെ വളരെ ക്ലോസ് റേഞ്ചിലല്ലാതെ കുറച്ച് വൈഡായിട്ട് കാണുന്ന ഒരു രീതി എനിക്ക് നേരത്തെ തൊട്ടുണ്ട്, കുറുക്കന്റെ കല്യാണം തൊട്ടുണ്ട്. അപ്പൊ അതാണ് മഴവിൽക്കാവടിയിലും വൈഡ് ഫ്രെയിം ഉണ്ട്. അപ്പൊ ഒരു വില്ലേജ് എന്ന് പറഞ്ഞാൽ വൈഡ് ഫ്രെയിം ഉണ്ട്. അപ്പൊ ഇപ്പോഴും ഒരു സീൻ എടുക്കുമ്പോൾ ഞാൻ ക്ലോസ് റേഞ്ചിൽ മാത്രമായിട്ട് സീൻ എടുക്കാറില്ല. ഇപ്പൊ ഹൃദയപൂർവ്വത്തിൽ പോലും അതിന്റെ ഒരു ഏരിയ നമുക്ക് കാണാം. അപ്പൊ പശ്ചാത്തലം നമ്മുടെ ഉള്ളിലേക്ക് പെട്ടെന്ന് കയറും. അപ്പൊ ഫോർഗ്രൗണ്ടിലെ ആള് ഒരു പെർഫോമർ കൂടിയായിരിക്കും. അപ്പൊ ഇത് എവിടെയാണ് ഈ കഥ നടക്കുന്നത്, ആ കഥയുടെ പരിസരം നമുക്ക് ഓഡിയൻസിന് മനസ്സിലാക്കാൻ പറ്റും. അത് അങ്ങനെ ഒരു രീതിയെ രൂപപ്പെട്ടു വരുന്നതാണ്. അല്ലാണ്ട് ഈ പറഞ്ഞ പോലെ ഒരു കാര്യം ഞാൻ എപ്പോഴും ചോദിക്കുന്നത്, ഇപ്പം ഈ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മളുടെ ഒരു ചുറ്റുപാടിൽ നിന്ന് സിനിമ വരുന്നോണ്ടായിരിക്കാം, ഇപ്പൊ മനസ്സിലാക്കുകയാണെങ്കിൽ ബസ്സിലാണ് ആ ട്രാവലിന്റെ പാർട്ടിലാണ് ഈ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. അങ്ങനെ ചിലപ്പോൾ ഒരു ചായക്കടയിലായിരിക്കും നിർണായകം, അല്ലെങ്കിൽ ഈ പറയുന്ന കമ്മല് കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് കമ്മലൂർ ശാരിയുടെ ക്യാരക്ടർ കമ്മലൂർ നിർത്താണ് ആ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ സ്ഥലത്ത് അത് ചിലപ്പം ഒരു മുറിക്കകത്തായിരിക്കാം, അല്ലെങ്കിൽ ജനാലയ്ക്ക് ഇപ്പുറത്തായിരിക്കാം, അല്ലെങ്കിൽ ഒരു ചെറിയ ഇടവിലായിരിക്കാം. ഇപ്പം ഏറ്റവും ഇമോഷണൽ സീക്വൻസ് ഒക്കെ വളരെ ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു സ്പേസിലാണ് ഇതിൽ നടക്കുന്നത്, നമ്മുടെ നാടോടിക്കാറ്റിൽ. അങ്ങനെ ഓരോ സിനിമകൾ നോക്കി കഴിഞ്ഞാൽ മുറി, കഥക്, ഇടനാഴികള്, അല്ലെങ്കിൽ ഈ പിന്നെ പറമ്പ്, ഇടവഴികൾ, ഇതിനെല്ലാം ഈ പറയുന്ന ഒരു ആക്ടിവിറ്റിക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന കഥാപാത്രങ്ങളുടെ ഒരു ശരീരഭാഷയ്ക്ക് അനുസരിച്ചുള്ള ഇതിനെ ഉപയോഗപ്പെടുത്തിയിട്ട് കാണാം എല്ലാ കാലത്തും. പുതിയ കാലത്ത് അത്തരം സിനിമകൾ വരുമ്പോൾ അത് സെറ്റിലേക്ക് അല്ലെങ്കിൽ ഒരു പ്രീ ഡിസൈൻഡ് മോഡലിലേക്ക് മാറ്റേണ്ടതായ ഒരു ബുദ്ധിമുട്ട് ശരിക്കും വരില്ലേ? അത് നമ്മുടെ ഇഷ്ടമാണ്, നമ്മുടെ സൗകര്യമാണ്. നമുക്കൊരു റിയൽ ലൊക്കേഷൻ തന്നെ വേണമെന്ന് പറഞ്ഞാൽ ആ റിയൽ ലൊക്കേഷൻ തന്നെ നമ്മൾ രൂപീകരിച്ച് വരുന്നത്. ഇപ്പം ഈ പറഞ്ഞ പോലെ ഈ സീക്വൻസുകൾ ബസ്സിൽ വെച്ചിട്ടും അല്ലെങ്കിൽ ഒരു അമ്പലത്തിൽ പോകുന്ന വഴിയിൽ വെച്ചിട്ടും ഒക്കെ നമ്മൾ ചെയ്യുന്നത് അത് കുറേയും കൂടി ജീവിതത്തിനോട് ചേർന്ന് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ റിലേറ്റബിൾ ആണ്. അപ്പൊ അത് നമുക്ക് അവസരം കണ്ടെത്താൻ ഇപ്പോഴും ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല. അത് നമ്മൾ അങ്ങനെ. അതെ. പിന്നെ നമ്മുടെ സിനിമയിൽ ഞാനും പറയല്ലോ, തീവ്രമായ ദുഃഖം, തീവ്രമായ പ്രണയം, ഇതൊന്നും വാക്കുകൾ കൊണ്ട് പറയേണ്ടതല്ല. എൻ്റെ സിനിമയിലെ ബാലഗോപാലനായാലും അല്ലെങ്കിൽ പ്രകാശനായാലും ആരായാലും അതിൽ പ്രണയം പറയുന്നൊന്നും വാക്കുകൾ കൊണ്ട് പ്രണയം പറയാതെ തന്നെ ഫീൽ ചെയ്യിപ്പിക്കുന്നുണ്ട്. അത് എനിക്ക് ഇഷ്ടമുള്ള ഒരു രീതിയാണ്. ഇപ്പൊ സന്മനസ്സുള്ള സമാജത്തിൽ 2 ശത്രുക്കളാണ് അവർ രണ്ടാളും, മോഹൻലാലും മേരിയും. ഒരു ഘട്ടം എത്തുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇവരാണ് ഹീറോയിൻസ്. വെരി എൻഡിൽ അത് കണക്ട് ചെയ്യുകയും ചെയ്യും. അപ്പൊ അതുപോലെ നമുക്ക് പറയാതെ പറയുന്ന പ്രണയം ഒരു സൗന്ദര്യമുള്ളതാണെന്ന് എനിക്ക് നേരത്തെ അറിയാം. അതുകൊണ്ട് ഒരിക്കലും അത് പറയാല്ല. അപ്പൊ ഈ ഭയങ്കരമായ വൈരാഗ്യം അത് പറഞ്ഞു തീർക്കണമെന്നില്ല, അല്ലാതെ തന്നെ നമുക്ക് ബിഹേവ് ചെയ്ത് കാണിക്കാവുന്നതാണ്. ഒരാളെ ഇഷ്ടമില്ല എന്ന് പറഞ്ഞാൽ നമുക്കത് അത് ഈ ലൗഡായിട്ടും കഴിക്കാം, അല്ലാതെയും പറയാം. ഞാൻ അല്ലാത്തൊരു രീതിയാണ് പലപ്പോഴും സ്വീകരിക്കാറുള്ളത്. അതുകൊണ്ടാണ് സിനിമയ്ക്ക് ഒരു ശാന്തമായ പ്രകൃതി രൂപം വരുന്നത്. അപ്പൊ അതുകൊണ്ട് ആളുകള് ഈ പറഞ്ഞ പോലെ സേഫായ റൂട്ടിലൂടെ ബസ് ഓടിക്കുന്ന ഒരാളെന്ന് പറഞ്ഞാലും എനിക്ക് വിരോധമില്ല. കാര്യം ഞാൻ ആ റൂട്ടിൽ സേഫ് ആണല്ലോ. അതെ, എന്റെ ബസ്സിൽ കയറുന്നവരും സേഫ് ആണ്. ഇപ്പൊ ഈ മമ്മൂക്കയുടെ നേരത്തെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ മമ്മൂക്കയായിട്ട്
8 സിനിമകളാണ് ചെയ്യുന്നത്. സത്യത്തിൽ കോവിഡിന്റെ സമയത്ത് അങ്ങനെ ഒരു ആലോചന ഉണ്ടായിരുന്നു, ഇനിയൊരു മമ്മൂട്ടി സത്യന്തിക്കാട് പടം വരുന്നു എന്നുള്ളത്. പക്ഷെ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ മമ്മൂക്ക ചെയ്യാത്ത തരത്തിൽ നമുക്കറിയില്ല, ഭയങ്കര വിചിത്ര സ്വഭാവിയായ ഗോളാന്തര വാർത്തകൾ നോക്കിയാൽ വേറൊരു ക്യാരക്ടറാണ്. പിന്നെ ഇത് അതിന് മുമ്പ് ഓരോ സിനിമകൾ കളിക്കളം നോക്കിക്കഴിഞ്ഞാൽ വേറെയാണ്, അർത്ഥം വേറെയാണ്. അങ്ങനെ ഓരോ കനൽക്കാറ്റാണെങ്കിൽ ഓരോ സിനിമയിലും വേറെ വേറെ ക്യാരക്ടേഴ്സ് ആണല്ലോ ചെയ്തേക്കുന്നത്. അപ്പം ഈ പറയുന്ന മോഹൻലാലിന്റെ അത്ര പോലും മമ്മൂട്ടി പടങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ പോലും മമ്മൂട്ടിയെ വേറെ തരത്തിൽ ഇപ്പം അതിൽ എടുത്തു തുടക്കത്തിൽ ശ്രീധരൻ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ശ്രീധരൻ ഒരു യുണീക്ക് ക്യാരക്ടറാണ്. പുള്ളിയുടെ പറച്ചിലാണെങ്കിലും ഇപ്പൊ ടി വി കാണുന്ന സീനാണെങ്കിലും അതിൽ ഏറ്റവും രസം വെച്ചാൽ ആ പാട്ട് കളിക്കുന്നത് പുള്ളി സ്വയം പ്രദർശിപ്പിക്കുന്ന എല്ലാ സ്ഥലത്തും ഈ പറയുന്ന നീനാക്കുറുപ്പുമായിട്ട് ടീസ് ചെയ്യുന്ന സീനിലൊക്കെ ആണെങ്കിലും അങ്ങനെ ഒരു സാധനം ഉണ്ടല്ലേ. ഈ പറയുന്ന മമ്മൂട്ടിയെ, അതായത് മമ്മൂട്ടി അതുവരെ ചെയ്ത കഥാപാത്രം നിന്ന് വിഭിന്നമായിട്ട് കുറെ പടങ്ങളിൽ ഉപയോഗിച്ചിട്ടുണ്ടാവുമല്ലോ, അവിടെയും ഈ കഥാപാത്രമായിട്ട് മമ്മൂട്ടി ആലോചിക്കുകയാണ്. എങ്ങനെയായിരുന്നു ആ മമ്മൂട്ടിയായിട്ട് അർത്ഥം ഒഴിച്ചിട്ടുള്ള എല്ലാ പടങ്ങളിലും കഥാപാത്രമായിട്ട് തന്നെ ആലോചിക്കുക. അർത്ഥത്തിൽ മാത്രമാണ് മമ്മൂട്ടിയെ കളികളൊക്കെ കഥാപാത്രം. ഒരു കള്ളനും പോലീസും അതാണ് അതിന്റെ എസൻസ് സമയത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ പ്ലാൻ ചെയ്തത് മമ്മൂട്ടി കള്ളൻ, മുരളി പോലീസ്, ഒരു കള്ളന്റെയും പോലീസിന്റെയും കഥ. അങ്ങനെയാണ് ഒരു ഒറ്റ വീട്. പിന്നെ ആ കള്ളന്റെയും പോലീസിന്റെയും കഥ എങ്ങനെ രസകരമാക്കാം എന്ന് വർക്ക് ചെയ്ത് നന്നാക്കണം. അപ്പൊ അയാൾക്ക് ഒരു ഇടത്തരക്കാരന്റെ നല്ലവന്റെ മനസ്സുണ്ട്, അയാളുടെ എല്ലാ കുസൃതികളിലും അത് നന്മയുണ്ട്, അയാളുടെ പ്രണയത്തിൽ പോലും അങ്ങനെ ഉള്ള കാര്യങ്ങളുണ്ട്. അങ്ങനെ ക്യാരക്ടറായിട്ട് തന്നെയാണ് ചെയ്യാറില്ല. പിന്നെ കൂടുതൽ പടങ്ങൾ മമ്മൂട്ടിയെ വെച്ച് ചെയ്യാറില്ല എന്ന് വെച്ചാൽ, ഒന്ന് മോഹൻലാൽ എനിക്ക് വളരെ കൂടുതൽ അവൈലബിൾ ആണ്. അപ്പൊ ലാലിന്റെ ശരീരഭാഷയ്ക്ക് അങ്ങനെ ക്യാരക്ടേഴ്സാണ് പലതും. അപ്പൊ ലാലുണ്ട്. അപ്പൊ ലാലില്ല എന്ന് പറഞ്ഞപ്പോ ലാലിനെ കിട്ടാൻ ബുദ്ധിമുട്ടായപ്പോഴാണ് ഞാൻ തട്ടാൻ പോലെ അല്ലെങ്കിൽ മഴവിൽക്കാവടി പോലെ, സന്ദേശം, സസ്നേഹം, ബാലേന്ദ്രമേനൊക്കെ വെച്ചിട്ട് ആ പടങ്ങളൊക്കെ ചെയ്യുന്ന അതിലൊന്നും മമ്മൂട്ടിക്കും മോഹൻലാലിന് റോളില്ല. ബാക്കിയുള്ള ആൾക്കാർ ചെയ്താൽ മതി. ഇപ്പൊ തലേണ മന്ത്രം എന്ന സിനിമയിൽ മമ്മൂട്ടിക്കും മോഹൻലാലിന് റോളില്ല. സസ്നേഹം എന്ന സിനിമയിൽ ബാലേന്ദ്രമേനോനാണ് നല്ലത്. അപ്പോ സന്ദേശം എന്നുള്ള സിനിമയിലൊന്നും ഇവരുടെ ആവശ്യമില്ല. അത്തരം കഥകളിലേക്ക് നീങ്ങി മമ്മൂട്ടി വേണമെന്ന് നമുക്ക് തോന്നുന്ന സിനിമയിൽ മമ്മൂട്ടി തന്നെ നമ്മൾ കാസ്റ്റ് ചെയ്യേണ്ടി വരും. അതായത് നമ്മൾ ഒരു കഥ പ്ലാൻ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിൽ ഫീൽ ചെയ്യും ഇത് മമ്മൂട്ടി എന്നുള്ളത്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ചില സമയത്ത് ഒരു തോട്ട് തോന്നി ഈ കളിക്കളത്തിന്റെ 2ാം ഭാഗം എന്നല്ലാതെ, പക്ഷെ കളിക്കളത്തിലെ കള്ളനെ ഒരു പ്രാവശ്യം കൂടി മമ്മൂട്ടിയിലൂടെ പ്രസന്റ് ആ ഒരു ആ തോട്ട് ഇപ്പോഴും ഉണ്ട്. ചിലപ്പോ നമ്മൾ ചെയ്തേക്കാം, ഭാഗ്യം ഉണ്ടെങ്കിൽ ചെയ്തേക്കാം. ഞാൻ മമ്മൂട്ടിയോട് ഒരിക്കൽ പറയും ചെയ്തു, നമുക്ക് കളിക്കളത്തിലെ കള്ളൻ അവന് നമുക്ക് വേണമെങ്കിൽ കുറച്ച് പ്രായമായാലും കുഴപ്പമില്ല, പേരില്ലാത്ത ആള് അതേ സെയിം ക്യാരക്ടർ വേണമെങ്കിൽ നമുക്ക് എടുക്കാം. അയാൾക്ക് ഇപ്പോ അന്നത്തേനേക്കാളും മമ്മൂട്ടിക്ക് ഒരു പ്രായത്തിന് മാറ്റം ഉണ്ടെങ്കിൽ നമുക്കതിൽ വിരോധമില്ല. അതൊരു സരസമായ തോട്ടാണ്. ചിലപ്പോ സിനിമയായിരിക്കും ആലോചിക്കാം. ഈ സരസമായ എന്നുള്ള ഒരു വരി കിട്ടിയോണ്ട് ഞാൻ ചോദിക്കാണ്, ഈ സരസത എന്നുള്ളത് നമ്മളൊരു ബഷീറിയൻ VKN എഴുത്തിന്റെ ഒരു മിക്സ് പോലെ. ഇപ്പൊ സത്യനന്ദിക്കാട് പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ തന്നെ ഒരു ലോകമാണ്. മുഴുവൻ സിനിമകളുടെ ഒരു ലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് പറഞ്ഞു, ഒരു മലയാളിയും ഡോക്യുമെന്റ് ചെയ്തപോലെ തന്നെ ഉണ്ട്. നമുക്ക് മലയാള സിനിമ എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് ഒരു 10 എടുത്ത് കാണിച്ചാൽ മതി. അങ്ങനെ എല്ലാ കാലത്തിന്റെയും പ്രതിനിധാനമുണ്ട്. നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പം ഞാൻ ജനിച്ച കാലം മുതൽ നിങ്ങൾ നോക്കിയാൽ എല്ലാ കാലത്തിന്റെയും പ്രതിനിധാനം വരുന്ന സിനിമകളുണ്ട്. ഇപ്പം മനസ്സിനക്കര വരുന്നത് വേറൊരു കാലത്താണ്, വിനോദയാത്ര വേറൊരു കാലത്താണ്. അപ്പോൾ ഓരോ കാലത്തിനനുസരിച്ചിട്ട് ആണല്ലോ ഓരോ സിനിമകൾ ആലോചിക്കുന്നുള്ളത്. ഈ എങ്ങനെയാണ് ഈ സത്യനന്ദിക്കാട് എന്ന് പറയുന്ന ഫിലിം മേക്കർ എങ്ങനെയാണ് ഓരോ സിനിമ എടുക്കുന്ന സമയത്ത് അങ്ങനെ ഒരു ബോധപൂർവ്വ ആലോചന ഉണ്ടാവാറുണ്ടോ? അടുത്തൊരു സിനിമ ചെയ്യുമ്പോൾ തൊട്ട് മുന്നത്തെ സിനിമ, നേരത്തെ ചെയ്ത സിനിമകൾ, അങ്ങനെ ഒരു ഗഹനമായ ചിന്തകൾക്ക് ശേഷമൊന്നുമല്ല നമ്മൾക്ക് സരസമായ സിനിമ ചെയ്യണം എന്നുള്ളത് എൻ്റെ ആഗ്രഹമാണ്. കാര്യം ഞാൻ സരസമായ സിനിമകൾ കാണാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ എല്ലാ വിഷയവും ആ രീതിയിൽ, ഇത് സിനിമയിൽ മാത്രമല്ല ജീവിതത്തിലും ഞാൻ കുറച്ച് സരസമായിട്ട് പെരുമാറാനും. ഞാൻ എൻ്റെ വീട്ടിലാണെങ്കിൽ പോലും വലിയ റഫൊന്നുമല്ല. എൻ്റെ കുട്ടികളുടെ അടുത്ത് ഞാൻ സംസാരിക്കുന്നത് ഫ്രണ്ട്സിനോട് സംസാരിക്കുന്ന പോലെയാണ്. അവർക്ക് എന്നെ വിമർശിക്കാനും കളിയാക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ ഈ സരസമായ ഒരു രീതി എൻ്റെ ടോട്ടൽ ലൈഫിലുള്ളതാണ്. പിന്നെ ഒരു സിനിമയുടെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യത്തെ ഒരു നോട്ട് നമ്മൾ ആകർഷിക്കുന്ന ഒരു വിഷയം ഉണ്ടാവണം എന്നാണ്. അത് പിന്നെ എങ്ങനെ പ്രസന്റ് ചെയ്യുന്നുള്ള വേറെ കാര്യം. പക്ഷെ എങ്കിൽ വല്ലാതെ ഡീപ്പായിട്ട് കരയിപ്പിക്കുകയോ ഒന്നും ചെയ്യുന്ന രീതിയിലേക്ക് നമുക്ക് പോകാറില്ല. ഒരൊറ്റ സബ്ജക്റ്റ്, ഒരു വരി എന്നൊക്കെ ചിലപ്പോൾ നമുക്കൊരു കഥ കിട്ടും. ഇപ്പോൾ അച്ഛൻ്റെ അമ്മയുടെ കഥ രാജേഷ് ജയറാം പറഞ്ഞത് അധികം പ്രായവ്യത്യാസം ഇല്ലാത്ത അമ്മയും മോളും, മകൾക്കറിയാം അമ്മ കല്യാണം കഴിച്ചിട്ടില്ല എന്ന് മതി. അതിലൊരു സാധനം നമ്മൾ മിന്നാണ്. അപ്പോൾ അങ്ങനെ ചില തോട്ട്സ് വന്നു വീഴും. ആ തോട്ട്സ് വന്നു വീഴുമ്പോൾ അതിലൊരു മരുന്നുള്ളതാണെങ്കിൽ, ഞാനിപ്പോൾ ഇപ്പോഴല്ല കുറേ കാലമായിട്ട് ശ്രീനിവാസൻ എഴുതിയാലും ശ്രീനിവാസൻ എഴുതിയില്ലെങ്കിലും ഞാൻ ഓൾമോസ്റ്റ് അതിന് ശേഷമുള്ള പല സിനിമകളും തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ ശ്രീനായിട്ട് ഡിസ്കസ് ചെയ്യും. ശ്രീനോട് പറയും ഇങ്ങനെ ഒരു സാധനം. ചില ശ്രീനി പറയും
വിട്ടേക്ക് അപകടമാണ്, ഞാൻ വിട്ടുകളയും. മനസ്സിലായില്ലേ? ചിലപ്പോൾ ശ്രീനി പറയും ഇത് നല്ലതാണ്, ഇപ്പം ഇത് രസമാണ് എന്ന് പറഞ്ഞാൽ അതിൽ വർക്ക് ചെയ്യാൻ തുടങ്ങും. ശ്രീനിയാണെങ്കിൽ സിൻസിയർ ആയിട്ടുള്ള നമ്മുടെ ഒരു ഫ്രണ്ട്, അല്ലെങ്കിൽ ഞാൻ എന്നെ ചാർജ് ചെയ്യുന്ന സഹയാത്രികൻ ശ്രീനിയാണ്. അപ്പോൾ ചിലപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ഇപ്പം ഞാൻ എൻ്റെ മക്കളോട് ഡിസ്കസ് ചെയ്യും. അപ്പോൾ അവർ ചിലപ്പോൾ പറയും ഇത് നല്ലതാണ്, നല്ല തോട്ടാണെന്ന് പറയും. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് നവീകരിക്കാൻ പറ്റുന്നത്. ഒരു സിനിമ എങ്ങനെയെങ്കിലും ഒരു സിനിമ ചെയ്യാന്ന് വെച്ചിട്ട് ഞാൻ സിനിമ ചെയ്യാറില്ല. ഇനിയിപ്പോൾ ഏതായാലും ഞാൻ വെറുതെ ഇരിക്കാൻ നമുക്ക് ഒരു പടം ചെയ്തേ പറ്റൂ, അങ്ങനെയൊന്നുമില്ല. അത് നമുക്ക് നമ്മുടെ മനസ്സിലേക്ക് വന്ന് ചേരും. പിന്നെ ഇപ്പോൾ നമുക്ക് ഈ നമ്മൾ സിൻസിയറായിട്ട് ചെയ്യുകയും ആ സിനിമകൾക്ക് ആൾക്കാർക്ക് ഇഷ്ടം തുടങ്ങുകയും ചെയ്യുമ്പോൾ പ്രൊഡ്യൂസേഴ്സൊക്കെ നമ്മൾ പറയുന്ന എൻ്റെ ഫുൾ ഫ്രീഡത്തിന് വിട്ടുതരുന്ന ഒരുപാട് പ്രൊഡ്യൂസേഴ്സ് നമ്മുടെ കയ്യിൽ കൂടെ എപ്പോഴും ഉണ്ടല്ലോ. ഞാൻ ചെയ്യാൻ തയ്യാറായാൽ മതി, അവരെപ്പോഴും റെഡിയാണ്. അപ്പം അതിപ്പോൾ മോഹൻലാലിനെ വെച്ചിട്ടായാലും ഫഹദിനെ വെച്ചിട്ടായാലും ആരെ വെച്ചിട്ടായാലും അവരും റെഡിയാണ്. മനസ്സിലായില്ലേ? ആർട്ടിസ്റ്റുകളും റെഡിയാണ്. അത് എന്നിൽ അർപ്പിക്കുന്നൊരു വിശ്വാസമാണ്. ഇപ്പം മോഹൻലാലിൻ്റെ ഡേറ്റോ അല്ലെങ്കിൽ അടുത്ത സിനിമ ഫഹദ് ഫാസിലിനാണ്, എനിക്ക് കോണ്ടാക്ട് എന്നെ ഫഹദ് ഫാസിൽ കാണുമ്പോൾ പറയും അടുത്തേലും ഞാനല്ലേ സതീട എന്ന് ചോദിക്കും. അത് നമ്മുടെ ഒരു വലിയ പ്രിവിലേജാണ്, നമ്മുടെ വലിയൊരു സന്തോഷമാണ്. പലരും ഡേറ്റിന് വേണ്ടി പിന്നാലെ നടക്കുമ്പോൾ അവർ ഇങ്ങോട്ട് പറയുമല്ലോ ഞാൻ റെഡിയാണ് എന്ന് പറഞ്ഞാൽ അത് നമ്മളിലുള്ള ഒരു വിശ്വാസമാണ്, കോൺഫിഡൻസ് ആണ്. പിന്നെ അത് അവർക്കും അത്തരം ഗുണങ്ങൾ കിട്ടിയത് സിനിമകൾ കൂടിയാണ്. പിന്നെ ഞാൻ അവരെ വെറുതെ ഒരു പടത്തിന് വേണ്ടിയിട്ട് വലിച്ചഴിക്കില്ല എന്ന് അവർക്കും അറിയാം, ആവശ്യമില്ലെങ്കിൽ ചെയ്യില്ല എന്നുള്ളത്. അപ്പൊ അതൊക്കെയാണ് നമ്മുടെ ഒരു, ഞാനിപ്പോൾ ഈ പറയുമ്പോൾ മനീഷ് പറയുമ്പോഴാണ് ഇതൊക്കെ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ആലോചിക്കുന്നത് പോലും. ഈ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ പറയാൻ ഞാൻ പലപ്പോഴും ആലോചിക്കുന്നത് ഞാനിങ്ങനെ ചിന്തിച്ചിട്ടില്ലല്ലോ. കാര്യം അത് ഇങ്ങനെയൊക്കെയാണോ എൻ്റെ സിനിമയുടെ ഭൂമിക, എങ്ങനെയാണോ, അല്ലെങ്കിൽ ഇത് ഞാൻ ഇങ്ങനെ അടുത്ത ഒരു രീതി അനുവർത്തിക്കുന്നതാണോ, ഇത് പുറമെ നിന്ന് നോക്കുന്ന ഒരാൾക്ക് ഫീൽ ചെയ്യുന്നതാണ്. ഞാൻ അതിൻ്റെ ഉള്ളിൽ തന്നെയാണ്. അത് കാരണം എനിക്കതിനെപ്പറ്റി ഞാൻ പറഞ്ഞില്ല വല്ലാതെ ആലോചിച്ച് കെട്ടുറപ്പോട് കൂടി ഉണ്ടാക്കുന്ന ഒന്നുമല്ല സിനിമകൾ. ഒരു സിനിമ കഴിഞ്ഞിട്ടുള്ള ഒരു ഇടവേളയ്ക്ക് ശേഷം മനസ്സിലേക്ക് ഏതെങ്കിലും നല്ലൊരു ആശയം വന്ന് വീഴുമ്പോൾ അതെനിക്കിഷ്ടമുള്ള രീതിയിൽ ഞാൻ സിനിമയാക്കുന്നു. അതിനെ അനലൈസ് ചെയ്യുന്നതും അതിനെ വ്യാഖ്യാനിക്കുന്നതും വേറെ ആൾക്കാരാണ്. അപ്പോൾ അവരോട് ഞാൻ പറയില്ല അത് ഇങ്ങനെ ചെയ്തതാണ്, ഇത് എൻ്റെ ആനന്ദമാണ്. ഞാൻ പറഞ്ഞില്ല സിനിമ ഒരു ഘട്ടം കഴിഞ്ഞാൽ ഒരു ജോലിയല്ല, ഒരു ആനന്ദമാണ്.